ഓക്കെ, വെൽക്കം ടു ദ ലേണിംഗ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണക്റ്റീവ് ടിഷ്യൂവിന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടിഷ്യൂവിൻ്റെ പാർട്ട് 1 ആയിട്ട് എടുത്തിരുന്നു അല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പം അത് കണ്ടാലേ ഈ ഒരു ക്ലാസ്സും കൂടി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ടിഷ്യൂവിനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. ഓക്കെ, എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മൾ പാർട്ട് 1 കവർ ചെയ്തു. ഇന്ന് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ ആണ് കവർ ചെയ്യുന്നത്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെസെൻകൈമൽ ടിഷ്യൂ. മെസെൻകൈമൽ ടിഷ്യൂ ഇതിനെ എന്തെന്നും കൂടി വിളിക്കുന്നു? മെസെൻകൈമൽ ടിഷ്യൂ എന്നും കൂടി വിളിക്കുന്നു. ഇറ്റ് സെർവ്സ് ബൈൻഡിങ് ടു ടിഷ്യൂസ്. അതായത് 2 ടിഷ്യൂവിനെ തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്തിനുള്ളത്? ഈ കണക്റ്റീവ് ടിഷ്യൂവിനുള്ളത് അല്ലേ. ഇറ്റ് സെർവ്സ് ബൈൻഡിങ് ടു ടിഷ്യൂസ്. സെൽസ് വിൽ ബി ലെസ് ആൻഡ് ഇൻ്റർ സെല്ലുലാർ മെട്രിക്സ് വിൽ ബി അബണ്ടൻറ്റ്. ഇതിലെന്താ കാണപ്പെടുന്നത്? ഇങ്ങനെയുള്ള ടിഷ്യൂവിൽ സെൽസ് വളരെ കുറവായിരിക്കും, പക്ഷേ അതിനിടയിലുള്ള സ്പേസ് ഇൻ്റർ സെല്ലുലാർ മെട്രിക്സ് വിൽ ബി അബണ്ടൻറ്റ്. ഇൻ്റർ സെല്ലുലാർ മെട്രിക്സ് എന്തായിരിക്കും? ഒരുപാട് കൂടുതലായിരിക്കും, അബണ്ടൻ്റ് ആയിരിക്കും അല്ലേ. ദെൻ കണക്റ്റീവ് ടിഷ്യൂ ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് ആൻ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ്. എന്താ കണക്റ്റീവ് ടിഷ്യൂ എങ്ങനെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്? സെൽസും എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സും കമ്പൈൻ ചെയ്താണ് അല്ലേ. ഇത് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടീൻ ഫൈബേഴ്സ് ആൻഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസസ്. അപ്പോൾ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് എന്താണ്? പ്രോട്ടീൻ ഫൈബേഴ്സും ഗ്രൗണ്ട് സബ്സ്റ്റൻസസുമാണ്. ഇനി എന്താണ് അത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ ആസ് ദ നെയിം ഇംപ്ലൈസ് സപ്പോർട്ട് ആൻഡ് കണക്ട് ഡിഫറെൻറ്റ് ടിഷ്യൂ ആൻഡ് ഓർഗൻ ഓഫ് ദ ബോഡി. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ നെയിം ഇംപ്ലൈസ് ചെയ്തേക്കുന്നത് എങ്ങനെ? സപ്പോർട്ട് ചെയ്യുക, കണക്റ്റ് ചെയ്യുക. എങ്ങനെ? ഡിഫറെൻറ്റ് ടിഷ്യൂ ആൻഡ് ഓർഗൻസിനെ തമ്മിൽ എന്ത് ചെയ്യുക? കണക്റ്റ് ചെയ്യുക. ആൻഡ് ദേ ആർ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എവറി പാർട്ട് ഓഫ് ദ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിന്നല്ല, ആനിമൽ ബോഡീസിലെല്ലാം ഇത് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇൻ എവറി പാർട്ട് ഓഫ് ദ ബോഡി, ഫുള്ളി പാർട്ട് ഓഫ് ദ ബോഡിയിൽ ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അല്ലേ. ദെൻ കണക്റ്റീവ് ടിഷ്യൂ ഈസ് മെയ്ഡപ്പ് ഓഫ് എ ഫ്യൂ സെൽസ്. കണക്റ്റീവ് ടിഷ്യൂ എങ്ങനെ മെയ്ഡ് ചെയ്തിരിക്കുന്നത്? കുറച്ച് സെല്ല് മാത്രമേ സെല്ലിനുള്ളിൽ കാണുകയുള്ളൂ. ഇൻ്റർ സെല്ലുലാർ ഫ്രെയിംവർക്ക് ഓഫ് പ്രോട്ടീൻ ഫൈബേഴ്സ് സെക്രീറ്റഡ് ബൈ ദ സെൽസ് നോൺ ആസ് കൊളാജൻ ഓർ ഇലാസ്റ്റിൻ. എന്താണ്? സെൽസ് കുറവാണ്, പക്ഷെങ്കിൽ അതിനിടയിലുള്ള സ്പേസിൽ എന്ത് കാണപ്പെടും? ഫൈബേഴ്സ്, പ്രോട്ടീൻ ഫൈബേഴ്സ് കാണപ്പെടും. ഈ പ്രോട്ടീൻ ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? സെൽസ് ആണ് അല്ലേ. സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ഫൈബേഴ്സ് ആണ് ഇതിനുള്ളിൽ കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് പ്രോട്ടീൻ ഫൈബേഴ്സ്? കൊളാജനും ഓർ ഇലാസ്റ്റിനുമാണ്. എന്താണ്? കൊളാജൻ ആൻഡ് ഓർ ഇലാസ്റ്റിൻ. ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട് ഏത് പ്രോട്ടീൻ ആണെന്നുള്ളത് അല്ലേ. കൊളാജൻ പ്രോട്ടീനും ഇലാസ്റ്റിൻ പ്രോട്ടീനും. ദ സെൽസ് ഓൾസോ സെക്രീറ്റ് എ തിൻ ജെൽ ഓഫ് പോളിസാക്രൈഡ്സ്. ഇനി ഈ സെല്ല് ഒരു തിൻ ജെല്ല് സെക്രീറ്റ് ചെയ്യും. എന്താണത്? പോളിസാക്രൈഡ്സ്. എന്താണത്? പോളിസാക്രൈഡ്സ് വിച്ച് ടുഗെദർ വിത്ത് ഫൈബേഴ്സ് മേക്ക് മെട്രിക്സ് ഓർ ഗ്രൗണ്ട് സബ്സ്റ്റൻസസ്. മെട്രിക്സ് എന്നല്ലെങ്കിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെട്രിക്സ് എന്താണ്? ഈ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഈ പ്രോട്ടീൻ ഫൈബേഴ്സ്. ഏതൊക്കെയാണ് പ്രോട്ടീൻ ഫൈബേഴ്സ്? കൊളാജനും ഇലാസ്റ്റിനും അല്ലേ. അപ്പോൾ കൊളാജനും ഇലാസ്റ്റിനും. അതുകൂടാതെ എന്തുണ്ട്? സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന ഒരു തിൻ ജെൽ ഏതാണ്? അത് പോളിസാക്രൈഡ്സ് ആണ് അല്ലേ. പോളിസാക്രൈഡ്സും കൂടെ കമ്പൈൻ ചെയ്യുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മെട്രിക്സ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. കുറച്ച് സെല്ല് മാത്രമേ ഈ കണക്റ്റീവ് ടിഷ്യൂവിനകത്ത് കാണുകയുള്ളൂ. പക്ഷേ ഈ സെല്ലുകൾക്കിടയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ പഠിച്ചപ്പം പറഞ്ഞിരുന്നു, ഈ ബ്രിക്സ് അടുക്കി വെച്ചേക്കുന്നത് പോലെയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അല്ലേ. അതിനിടയിൽ എന്തില്ല? സെൽസുകൾ തമ്മിൽ അതിനിടയിൽ എന്തില്ല? സ്പേസ് ഇല്ല. അതിങ്ങനെ നമ്മൾ വീടൊക്കെ പണിയുമ്പോഴത്തേക്ക് കട്ട കെട്ടത്തില്ലേ, അതുപോലെ ഇങ്ങനെ അടുക്കിയാണ്. ഇൻ ബിറ്റ്വീൻ ഈ സെൽസിൻ്റെ ഇടയിൽ എന്തില്ല? ഇൻ്റർ സെല്ലുലാർ സ്പേസസ് ഇല്ല. പക്ഷെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്ന എന്താണ്? സെൽസ്. ഇപ്പം ഞാൻ ഡ്രോ ചെയ്ത് കാണിക്കാം. അത് ഇപ്പോൾ ഇത് സെല്ലാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഇതിനുള്ളിൽ സെല്ലിനുള്ളിൽ ഈ അങ്ങും ഇങ്ങും, അതായത് സെല്ലുകൾ വളരെ കുറവായിരിക്കും, പക്ഷേ ഇതിനിടയിലൊക്കെ എന്താണ്? പ്രോട്ടീൻ ഫൈബേഴ്സ് കൂടുതലായിട്ട് കാണപ്പെടും. എന്താണ്? ഇൻ്റർ സെല്ലുലാർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ ഫൈബേഴ്സും
പോളിസാക്രൈഡ്സും ഒക്കെയാണ് അല്ലേ. പോളിസാക്രൈഡ്സും പ്രോട്ടീൻ ഫൈബേഴ്സുമാണ്, അതായത് ഇലാസ്റ്റിൻ ഫൈബേഴ്സും കൊളാജൻ ഫൈബേഴ്സും ഒക്കെയാണ് ഇതിനിടയിൽ കാണുന്നത്. അപ്പോൾ സെൽസ് എന്തായിരിക്കും ഇതിനുള്ളിൽ വളരെ കുറവായിരിക്കും. ഓക്കെ, ദെൻ നമുക്കത് വിശദമായിട്ട് ഒന്നും കൂടെ നോക്കാം. ഇനിയും സ്ട്രക്ചർ ഓഫ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത് എന്തൊക്കെയാണ്? സെൽസ് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? നമ്മളിപ്പോൾ ആ ടിഷ്യൂവിനുള്ളിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? സെൽസ് അടങ്ങിയിരിക്കുന്നു, ഫൈബേഴ്സ് ഉണ്ട്, ദെൻ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ഉണ്ട്. എന്തുണ്ട്? എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. അതിനെന്തെന്ന് നമ്മൾ പറയും? ഗ്രൗണ്ട് സബ്സ്റ്റൻസസ് എന്ന് പറയും. ഓക്കെ, ഇപ്പം സെൽസ് ഏതൊക്കെയാണ്? സെൽസ് പറയുന്നതിന് മുമ്പേ നമുക്ക് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് നോക്കാം എന്തൊക്കെയാണെന്ന്. എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ഫൈബേഴ്സും ഗ്രൗണ്ട് സബ്സ്റ്റൻസും ആണ് അല്ലേ. ഫൈബർ എന്താണ്? ഈ സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ഫൈബേഴ്സാണ് അല്ലേ. എങ്ങനെയുള്ള ഫൈബറാണ്? പ്രോട്ടീൻ ഫൈബർ, ദാറ്റ് ഈസ് റെറ്റിക്കുലർ ഫൈബർ, ഇലാസ്റ്റിക് ഫൈബർ, കൊളാജൻ ഫൈബർ. ദെൻ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? മാക്രോ മോളിക്യൂൾസ് ആൻഡ് മൾട്ടി ഡിഹസീവ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഒക്കെയാണ് ഉള്ളത്. അത് പോളിസാക്രൈഡ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഫൈബേഴ്സും ഗ്രൗണ്ട് സബ്സ്റ്റൻസും കമ്പൈൻ ചെയ്ത് നമ്മൾ അതിനെ കോമൺ എന്തെന്ന് വിളിക്കും? എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് എന്ന് വിളിക്കും. ഓക്കെ, ഈ എന്തൊക്കെ കമ്പോസിഷൻ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ എന്തൊക്കെയാണ്? സെൽസ്, ഫൈബേഴ്സ് ആൻഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസസ് അല്ലേ. അപ്പം ഈ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് എന്തൊക്കെയാണ്? ഫൈബേഴ്സും ഗ്രൗണ്ട് സബ്സ്റ്റൻസുമാണ്. ഓക്കെ, ഇനിയും സെൽസ് ഏതൊക്കെയാണ് വരുന്നത്? ഫിബ്രോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഫൈബ്രോബ്ലാസ്റ്റ്, മാക്രോഫേജസ്. എന്താണ് ഒരു മറ്റൊരു സെല്ല് ഏതാണ്? മാക്രോഫേജസ്. എല്ലാ സെല്ലിനുള്ളിലും ഈ ഫിബ്രോബ്ലാസ്റ്റും മാക്രോഫേജസും കാണും. ദെൻ മാസ്റ്റ് സെൽ, plasma cell, lymphocytes, leukocytes and adipose cells. These are the cells present in the connective tissue അല്ലേ. കണക്റ്റീവ് ടിഷ്യൂവിൽ കാണപ്പെടുന്ന സെൽസ് ഏതൊക്കെയാണ്? ഫൈബ്രോബ്ലാസ്റ്റ്, മാക്രോഫേജസ്, മാസ്റ്റ് സെൽ, പ്ലാസ്മ സെൽസ്, ലിംഫോസൈറ്റ്, ലൂക്കോസൈറ്റ് ആൻഡ് അഡിപ്പോസ് സെൽസ്. അപ്പോൾ ഫിബ്രോബ്ലാസ്റ്റും ഫേസും എന്തായിരിക്കും? എല്ലാ സെൽസിനുള്ളിലും കാണപ്പെടുന്നു. ഓക്കെ, ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂവിനുള്ളിൽ കമ്പോസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഒരു കണക്റ്റീവ് ടിഷ്യൂവിനുള്ളിൽ കാണപ്പെടുന്ന കമ്പോസിഷനാണ് ഈ കമ്പോണൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ സ്ട്രക്ചറാണ്. എന്താണിത്? കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ സ്ട്രക്ചർ. അപ്പം ഈ നോക്കിക്കേ, ഇപ്പോൾ ഇതിനകത്ത് ഫാറ്റ് സെല്ലുണ്ട്, ലിംഫോസൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ദീസ് ആർ ദ സെൽസ് അല്ലേ. നമ്മൾ എന്തൊക്കെയാണ് സെല്ലെന്ന് പറഞ്ഞത്? ഫാറ്റ് സെൽസ്, അഡിപ്പോസ് ടിഷ്യൂ സെൽസ്, ദെൻ എന്താണ്? ലിംഫോസൈറ്റ്, മാക്രോഫേജ് സെൽ, ദെൻ മെലനോസൈറ്റ് അല്ലേ, മാസ്റ്റ് സെൽ. ഇതൊക്കെയാണ് എന്ത്? സെൽസ് കാണപ്പെടുന്നത്. കണക്റ്റീവ് ടിഷ്യൂവിനുള്ളിൽ കാണപ്പെടുന്ന സെൽസ്. അപ്പം ഈ ഇതിന് ഉള്ളിൽ എന്ത് കാണപ്പെടുന്നു? ഈ ത്രെഡ് പോലെ അല്ലേ, ത്രെഡ് പോലെ കാണപ്പെടുന്നത് എന്താണ്? കൊളാജൻ ഫൈബേഴ്സും ഇലാസ്റ്റിൻ ഫൈബേഴ്സും ഒക്കെയാണ്. എന്താണ്? കൊളാജൻ ഫൈബേഴ്സും ഇലാസ്റ്റിൻ ഫൈബേഴ്സുമാണ്. ഇത് എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? ഇതിന് സ്ട്രെച്ച് ചെയ്യാൻ സഹായിക്കുന്നു. എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? ഇലാസ്റ്റിൻ ഫൈബറൊക്കെ സ്ട്രെച്ചബിലിറ്റി അല്ലെ, സ്ട്രെച്ച് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഒരു കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ സ്ട്രക്ചറാണിത്. അപ്പം ഇതിനുള്ളിൽ എന്തുണ്ട്? സെൽസ് വളരെ കുറവായിരിക്കും. ഇൻ്റർ സെല്ലുലാർ മെട്രിക്സ് ഇതിനുള്ളിൽ എന്ത് കൂടുതലായിരിക്കും? മെട്രിക്സ് കൂടുതലായിരിക്കും അല്ലെ. ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. മെട്രിക്സ് എന്തൊക്കെയാണ്? ഫൈബേഴ്സ് ആണ് അല്ലേ. ഫൈബേഴ്സ് ആണ്, പ്രോട്ടീൻ ഫൈബേഴ്സ്. എന്താണ്? പ്രോട്ടീൻ ഫൈബേഴ്സ്. ദേ ആർ ഇലാസ്റ്റിൻ ഫൈബേഴ്സ്, കൊളാജൻ ഫൈബേഴ്സ്, റെറ്റിക്കുലാർ ഫൈബേഴ്സ് ഒക്കെയാണ്. ദെൻ പോളിസാക്രൈഡ്സ് കാണപ്പെടും അല്ലേ. എന്തുണ്ട്? ഗ്രൗണ്ട് സബ്സ്റ്റൻസസ് എന്താണ്? പോളിസാക്രൈഡ്സ് ഒക്കെയാണ്. അപ്പം വാട്ടറും ഒക്കെയാണ്. അപ്പം എന്താണ് ഇതിൻ്റെ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്? സെൽസ് ഉണ്ട്, 3 കമ്പോണൻസ് ആണുള്ളത്. സെൽസും പ്രോട്ടീൻ ഫൈബേഴ്സും ഗ്രൗണ്ട് സബ്സ്റ്റൻസും. അപ്പം ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ഇതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ക്യാപ്പിലറീസും ഉണ്ട്. ദെൻ ഇതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഇലാസ്റ്റിസിറ്റി. എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഇലാസ്റ്റിസിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ കണക്റ്റീവ് ടിഷ്യൂ ആർ ഡ്യൂ ടു ഫൈബേഴ്സ്. ഈ ഫൈബേഴ്സിൻ്റെ ഇതിനുള്ളിൽ കാണപ്പെടുന്ന എന്താണ്? ഫൈബേഴ്സ് ഉണ്ട് അല്ലേ. അതായത് ഇലാസ്റ്റിൻ ഫൈബേഴ്സ്, റെറ്റിക്കുലർ ഫൈബേഴ്സ് ആൻഡ്
കൊളാജൻ ഫൈബേഴ്സ് അല്ലേ. അപ്പോൾ ഇതിനെന്ത് ഈ ഫൈബേഴ്സ് ഡ്യൂ ടു ദീസ് ഫൈബേഴ്സ് ഇതിനെന്തുണ്ട്, ഇലാസ്റ്റിസിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റി, ഇലാസ്റ്റിസിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ഫൈബേഴ്സാണ്? ഇതിനുള്ളിൽ കാണപ്പെടുന്ന ഫൈബേഴ്സാണ് അല്ലേ. ദ ഫംഗ്ഷൻ ആൻഡ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഇൻ്റർ സെല്ലുലാർ സബ്സ്റ്റൻസ് പ്രസൻസ്. അതായത് ഈ സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഇൻ്റർ സെല്ലുലാർ സബ്സ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ കണക്റ്റീവ് ടിഷ്യൂ കണ്ടെയ്ൻ 3 ടൈപ്സ് ഓഫ് ഫൈബർ. കണക്റ്റീവ് ടിഷ്യൂവിനുള്ള എത്ര ടൈപ്പ് ഓഫ് ഫൈബർ ആണ് കാണുന്നതെന്ന് പറഞ്ഞാൽ കൊളാജൻ ഫൈബേഴ്സ്, ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ആൻഡ് റെറ്റിക്കുലർ ഫൈബേഴ്സ്. ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽസ് അല്ലേ. സെൽസ് ആണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫൈബേഴ്സിൻ്റെ സ്ട്രക്ചേഴ്സ് നോക്കാം. കൊളാജൻ ഫൈബറിൻ്റെ സ്ട്രക്ചർ കണ്ടോ എങ്ങനെയാണ് കാണപ്പെടുന്നത്? കൊളാജൻ ഫൈബേഴ്സിൻ്റെ സ്ട്രക്ചർ കണ്ടോ ഒരു ബണ്ടിൽ പോലെയാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണ് കാണപ്പെടുന്നത്? കേർവ്ഡ് ആണ്, വേവി ആണ് അല്ലേ, ബണ്ടിൽ പോലെ കാണപ്പെടും. നമ്മൾ ഈ വിറകൊക്കെ അടുക്കി വെക്കത്തില്ലേ, എക്സാമ്പിൾ പറഞ്ഞാൽ ഈ കുഞ്ഞു വിറകൊക്കെ അടുക്കി വെക്കത്തില്ലേ, അതുപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ബണ്ടിൽ പോലെ ഇത് കാണപ്പെടും. എങ്ങനെ കാണപ്പെടും? ഇത് ബണ്ടിൽ പോലെ, വേവിയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ റെറ്റിക്കുലർ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക്സ് പോലെ കാണപ്പെടും. എന്തുപോലെ കാണപ്പെടും? നെറ്റ്വർക്ക് പോലെ കാണപ്പെടും. നെറ്റ്വർക്ക് പോലെ കിടക്കുന്നതാണ് എന്ത്, റെറ്റിക്കുലർ ഫൈബേഴ്സ്. ദെൻ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കണ്ടില്ലേ, ഇങ്ങനെ കാണപ്പെടും. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് വരുന്നത്. അപ്പം 3 ഫൈബേഴ്സാണ് കാണപ്പെടുന്നത്. അതായത് പ്രോട്ടീൻ ഫൈബേഴ്സ് കണക്റ്റീവ് ടിഷ്യൂവിൽ കാണപ്പെടുന്ന ഏതൊക്കെയാണ്? കൊളാജൻ ഫൈബേഴ്സ്, റെറ്റിക്കുലർ ഫൈബേഴ്സ് ആൻഡ് ഇലാസ്റ്റിൻ ഫൈബേഴ്സ്. ഇതിൻ്റെ കാരണത്താലാണ് ഇതിന് സ്ട്രെങ്ത്തും ഇലാസ്റ്റിസിറ്റിയും ഫ്ലെക്സിബിലിറ്റിയൊക്കെ കിട്ടുന്നത്, ഈ കണക്റ്റീവ് ടിഷ്യൂവിന് കിട്ടുന്നത്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ മറ്റുള്ള ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. മറ്റുള്ള ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്ത് കണക്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ള ഫംഗ്ഷനാണ് എന്തിനുള്ളത്? കണക്റ്റീവ് ടിഷ്യൂനുള്ളത്. അപ്പം ഇനി കൊളാജൻ എന്താണെന്ന് നോക്കാം. ഈ കൊളാജൻ ഫൈബർ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. കൊളാജൻ ഫൈബർ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ. കൊളാജൻ ഫൈബേഴ്സ് ഇങ്ങനെ ത്രെഡ് പോലെ കിടക്കുന്നതല്ലേ, ബണ്ടിൽ പോലെ. ഓക്കെ, കൊളാജൻ ഫൈബേഴ്സ് ആർ ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ആൻഡ് മേഡപ്പ് ഓഫ് ഫൈബ്രസ് പ്രോട്ടീൻ. എന്താണ് ഇത് കൂടുതൽ വൈഡ് സ്പ്രെഡായിട്ട് കാണപ്പെടുന്നത്, ഇതിനുള്ളിലെല്ലാം ഇങ്ങനെ കാണപ്പെടുന്നു. ദെൻ ഇത് ഫൈബ്രസ് പ്രോട്ടീനാണ്. എന്താണിത്? ഫൈബ്രസ് പ്രോട്ടീനാണ്. കൊളാജൻ ഏത് പ്രോട്ടീനാണ്? കൊളാജൻ പ്രോട്ടീനാണ്. കൊളാജൻ ഫൈബേഴ്സ് ആർ ഫ്ലെക്സിബിൾ ആൻഡ് ഹാവ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. ഇത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ ഈ ഒരു കൊളാജൻ ഫൈബേഴ്സിൻ്റെ കാരണത്താൽ ഇതിന് ഈ കണക്റ്റീവ് ടിഷ്യൂവിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഇത് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിന് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണുള്ളത്. എങ്ങനെയുള്ള സ്ട്രെങ്ത് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ഇത് നമ്മൾ എന്ത് കമ്പാരിറ്റീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീലിനോട് ഉപമിക്കാം ഇതിനെ. സ്റ്റീൽ പോലെ സ്ട്രെങ്ത് ഇതിന് ലഭിക്കുന്നു. ദെൻ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് എന്നാണ്. നെക്സ്റ്റ് ഈസ് ഇലാസ്റ്റിൻ ഫൈബേഴ്സ്. ഇലാസ്റ്റിക് ഫൈബേഴ്സ് ഫോം എ നെറ്റ്വർക്ക് ആൻഡ് ക്യാൻ ബി സ്ട്രെച്ച്ഡ് ലൈക്ക് എ റബ്ബർ ബാൻഡ്. ഇലാസ്റ്റിൻ ഫൈബേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളിപ്പോൾ ഒരു റബ്ബർ വലിച്ച്, നമുക്ക് റബ്ബർ ബാൻഡൊക്കെ ഇല്ലേ, നമ്മൾ വലിക്കും അല്ലേ. വലിച്ചു കഴിഞ്ഞ് നമ്മളത് സ്ട്രെങ്ത് അതിനൊരു നമ്മൾ ഇച്ചിരി ഫോഴ്സ് കൊടുത്താണ് അത് വലിക്കുന്നത്. തിരിച്ച് ആ ഫോഴ്സ് വിടുകയാണെന്നുണ്ടെങ്കിൽ എന്തായിപ്പോവും? അത് ശൃങ്കായിപ്പോവും അല്ലെ, ചുരുങ്ങിപ്പോകും. അപ്പോൾ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ഫോം എ നെറ്റ്വർക്ക് ആൻഡ് ക്യാൻ ബി സ്ട്രെച്ച്ഡ് ലൈക്ക് എ റബ്ബർ ബാൻഡ്. എങ്ങനെ നമുക്കത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും? റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ദേ ആർ മേഡപ്പ് ഓഫ് പ്രോട്ടീൻ ഇലാസ്റ്റിൻ. എങ്ങനെയാണ് അതിൻ്റെ പ്രോട്ടീൻ ഇലാസ്റ്റിൻ അല്ലേ. ഇലാസ്റ്റിൻ എന്നുള്ള വേർഡ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ്, എങ്ങനെയുള്ള പ്രോട്ടീനാണ്? പ്രോട്ടീൻ ഇലാസ്റ്റിൻ ആണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെച്ചബിലിറ്റി, അതിൻ്റെ ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? സ്ട്രെച്ചബിലിറ്റി. സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുന്നത് പോലെ സ്ട്രെച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. ദേ റിറ്റെയിൻ ദെയർ ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് വൺസ് ദ ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. അതായത് നമ്മളിപ്പോൾ റബ്ബർ ബാൻഡ് വലിക്കുമ്പോൾ നമ്മൾ ആ വലിക്കുമ്പോൾ ഫോഴ്സ് കൊടുത്തല്ലേ, അപ്പോൾ ആ ഫോഴ്സ് നമ്മൾ മാറ്റി കഴിയുമ്പോൾ എന്താകും? അത് വീണ്ടും അതിൻ്റെ സ്ഥാനത്തേക്ക് അതിൻ്റെ എങ്ങനെയാണോ അതിൻ്റെ ഷേപ്പ് അതിൽ തിരിച്ചു വരും. അതുപോലെ തന്നെ ഈ ഇലാസ്റ്റിൻ ഫൈബർ ദേ റിറ്റെയിൻ ദെയർ ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് വൺസ് ദ ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. ഫോഴ്സ് റിമൂവ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് അത് തിരിച്ച് വരും. അപ്പോൾ ഇത്രയുമാണ് ഇലാസ്റ്റിൻ ഫൈബേഴ്സിൻ്റെ പ്രത്യേകത. ഓക്കെ, നമ്മൾ ഫൈബേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. കണക്റ്റീവ് ടിഷ്യൂവിനുള്ളിൽ കാണപ്പെടുന്ന ഫൈബേഴ്സിനെയാണ്. കൊളാജനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് ഇലാസ്റ്റിൻ ആയിരുന്നു. ദെൻ റെറ്റിക്കുലർ ഫൈബേഴ്സ്.
ദെൻ റെറ്റിക്കുലേറ്റ് ഫൈബേഴ്സ് കൺസിസ്റ്റ് ഓഫ് കൊളാജൻ ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഇത് എന്തുകൊണ്ടാണ് മെയ്ഡപ്പ് ഓഫ് കൊളാജൻ ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻസ് അല്ലേ? അപ്പോൾ റെറ്റിക്കുലേറ്റ് ഫൈബേഴ്സ് കൺസിസ്റ്റ് ഓഫ് കൊളാജൻ ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻ. ദേ ആർ തിൻ ആൻഡ് ഫോം എ ഡെലിക്കേറ്റ് നെറ്റ്വർക്ക്. കണ്ടോ, ഇതെങ്ങനെയാണ് നെറ്റ്വർക്ക് പോലെ കിടക്കുകയാണ്. വളരെ തിന്നാണ്, ഡെലിക്കേറ്റ് നെറ്റ്വർക്കാണ്. എന്താണിത്? വളരെ തിന്നായിട്ടുള്ളൊരു ഡെലിക്കേറ്റ് നെറ്റ്വർക്കാണ്. ദേ ആർ തിൻ ആൻഡ് ഫോം എ ഡെലിക്കേറ്റ് നെറ്റ്വർക്ക്. ദ ജോയിൻ കണക്റ്റീവ് ടിഷ്യൂ ടു നെയ്ബറിങ് ടിഷ്യൂസ് അല്ലേ? രണ്ട് അടുത്ത് കിടക്കുന്ന ടിഷ്യൂവിനെ തമ്മിൽ ഇത് കണക്റ്റ് ചെയ്ത് കിടക്കണം. ഈ റെറ്റിക്കുലേറ്റ് ഫൈബേഴ്സ് കണക്റ്റ് ചെയ്ത് കിടക്കുകയാണ്. അതായത് ഇപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്, അതിന് തൊട്ട് താഴെ എന്തായിരിക്കും? ഇപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ ആണെങ്കിൽ ഈ രണ്ട് ടിഷ്യൂവിനെ തമ്മിൽ കണക്റ്റ് ചെയ്ത് കിടക്കുന്നത് ഏതാണ്? റെറ്റിക്കുലാർ ഫൈബേഴ്സ് ഇതിനെ തമ്മിൽ എന്ത് ചെയ്യും? കണക്റ്റ് ചെയ്യും. നെയ്ബറിങ് ടിഷ്യൂസിനെ തമ്മിൽ കണക്റ്റ് ചെയ്യാൻ സഹായിക്കും. ദർ ആർ വേരിയസ് കൈൻഡ് ഓഫ് സെൽസ് പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പം പലതരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. കണക്റ്റീവ് ടിഷ്യൂവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പലതരത്തിലുള്ള ടിഷ്യൂവിൽ എന്ത് കാണപ്പെടും? കണക്റ്റീവ് ടിഷ്യൂവിൽ എന്ത് കാണപ്പെടും? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയസ് കൈൻഡ്സ് ഓഫ് സെൽസ് പ്രസൻ്റ് ആണ്. എന്നാണ് പലതരത്തിലുള്ള സെൽസ് പ്രസൻസ് ആണ്. ദേ സെക്രീറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ആൻഡ് മെട്രിസസ്. അപ്പോൾ അതെന്ത് സെക്രീറ്റ് ചെയ്യും? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് ആൻഡ് മെട്രിസസ്. പലതരത്തിലുള്ള ഫൈബറും മെട്രിസസും അത് സെൽസ് സെക്രീറ്റ് ചെയ്യും. ഞാൻ പറയില്ലേ, ഇപ്പം പ്രോട്ടീൻ ഫൈബേഴ്സ് ആണെങ്കിലും കൊളാജൻ ഫൈബർ ആണെങ്കിലും ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ആണെങ്കിൽ ദേ ആർ പ്രോട്ടീൻ ഫൈബേഴ്സ് അല്ലേ? ഇതൊക്കെ എന്താണ്? പ്രോട്ടീൻ ഫൈബേഴ്സാണ്. അപ്പോൾ കൊളാജൻ ഫൈബറും ഇലാസ്റ്റിൻ ഫൈബേഴ്സും റെറ്റിക്കുലാർ ഫൈബറും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് പറയുന്നത്? ഈ കണക്റ്റീവ് ടിഷ്യൂവിന് പലതരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂവിൽ പലതരത്തിലുള്ള വേരിയസ് ടൈപ്സ് ഓഫ് സെൽസ് കൈൻഡ്സ് ഓഫ് സെൽസ് കാണപ്പെടുന്നു. ഈ സെൽസ് ആണ് ഇതിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പം ദർ ആർ വേരിയസ് കൈൻഡ്സ് ഓഫ് സെൽസ് പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്. ദ സെക്രീറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് ആൻഡ് മെട്രിസസ്. ദെൻ ഇനിയും നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാം. എന്താണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്? നമ്മൾ ആദ്യം ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ സ്ട്രക്ചർ ആണല്ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കണക്റ്റീവ് ടിഷ്യൂ കമ്പോണൻസ് എന്തൊക്കെയാണ്? 3 ക്ലാസ്സസ് ഓഫ് കമ്പോണൻസ് ഉണ്ട് അല്ലേ? സെൽസ് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്, ആൻഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പം നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി എന്താണ്? സെൽസ് ആണുള്ളത് ബാക്കിയല്ലേ? എന്താണ്? സെൽസ് ആണുള്ളത്. ഫിബ്രോബ്ലാസ്റ്റ് ഉണ്ട്, മാക്രോഫേജസ്, മാസ്റ്റ് സെൽ, പ്ലാസ്മ സെൽ, ലിംഫോസൈറ്റ്, ലുക്കോസൈറ്റ് ആൻഡ് അഡൈപ്പോസൈറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് ഈ സെൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫിബ്രോബ്ലാസ്റ്റ് എന്താണ്? ഇതെന്താണ്? സെല്ലാണ് അല്ലേ? ഇത് എല്ലാ സെല്ലിനും ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. അതായത് എല്ലാ കണക്റ്റീവ് ടിഷ്യൂവിലും ഫിബ്രോബ്ലാസ്റ്റ് സെല്ല് കോമൺ ആയിട്ട് കാണപ്പെടുന്നു. അപ്പം ഫിബ്രോബ്ലാസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ഡെവലപ്പിംഗ് ടിഷ്യൂസ്. ഫിബ്രോബ്ലാസ്റ്റ് എന്താണ്? ഡെവലപ്പിംഗ് ടിഷ്യൂ ആൻഡ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ വൂണ്ട് ഹീലിംഗ്. ഇത് എവിടെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് വരുന്നത്? വൂണ്ട് ഹീലിങ്ങിൽ അല്ലേ? നമ്മൾക്ക് മുറിവ് പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് അല്ലേ? ഫിബ്രോബ്ലാസ്റ്റ്. ദേ ആർ സ്പിൻഡിൽ ഷേപ്ഡ് ആൻഡ് പ്രസൻറ്റ് ബിറ്റ്വീൻ കൊളാജൻ ഫൈബേഴ്സ്. എങ്ങനെയുള്ളതാണ് ഈ ഫിബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്? ഈ സ്പിൻഡിൽ ഷേപ്ഡ് ആണ് ഇതിൻ്റെ, ആൻഡ് പ്രസൻറ്റ് ബിറ്റ്വീൻ കൊളാജൻ ഫൈബേഴ്സ്. കൊളാജൻ ഫൈബേഴ്സിൻ്റെ ഇടയിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ദേ സെക്രീറ്റ് ട്രോപ്പോ കൊളാജൻ. എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? ട്രോപ്പോ കൊളാജൻ ആൻഡ് അതർ സബ്സ്റ്റൻസസ് ഫൗണ്ട് ഇൻ ദ മെട്രിക്സ്. അത് മറ്റുള്ള സബ്സ്റ്റൻസസ് മെട്രിക്സിൽ കാണപ്പെടുന്ന അതിനെയും ഈ ട്രോപ്പോ കൊളാജനെയും ആര് സെക്രീറ്റ് ചെയ്യും? ഫിബ്രോബ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെക്രീറ്റ് ട്രോപ്പോ കൊളാജൻ, അതായത് പ്രോട്ടീൻ ഫൈബറാണ്. ട്രോപ്പോ കൊളാജൻ ആൻഡ് അതർ സബ്സ്റ്റൻസസ് ഫൗണ്ട് ഇൻ ദ മെട്രിക്സിനുള്ളിൽ കാണപ്പെടുന്ന മറ്റുള്ള സബ്സ്റ്റൻസിനെയും എന്ത് സെക്രീറ്റ് ചെയ്യും? ഫിബ്രോബ്ലാസ്റ്റ് എന്ന സെല്ല് സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ഫിബ്രോബ്ലാസ്റ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ കാണപ്പെടുമെന്നറിയോ? ഇറഗുലർ ആയിരിക്കും. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ കാണും. ഇങ്ങനെയായിരിക്കും ഈ സെല്ലിൻ്റെ ഷേപ്പ് കാണുന്നത്. സെല്ലിനുള്ളിൽ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നത് പോലെയാണ്. ഓക്കെ, ദെൻ മാക്രോഫേജസ്. എന്താണ് മാക്രോഫേജസ് ആർ ഓൾസോ നോൺ ആസ് സ്കാവെഞ്ചർ സെൽ. ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്? സ്കാവെഞ്ചർ സെൽ. മാക്രോഫേജസിൻ്റെ മറ്റൊരു പേര് സ്കാവെഞ്ചർ സെല്ലാണ്. എന്തുകൊണ്ടാണ് അതിന് സ്കാവെഞ്ചർ സെൽ എന്ന് വിളിക്കുന്നത്? ഈ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ ഈ സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ആവശ്യമില്ലാത്ത ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസത്തിനെ ഇത് ഈറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത്
ഡിസ്ട്രോയ് ചെയ്ത് കളയും അല്ലേ. അപ്പോൾ ദേ വാണ്ടർ ത്രൂ കണക്റ്റീവ് ടിഷ്യൂസ്. ഇതെല്ലാം ഇങ്ങനെ കണക്റ്റീവ് ടിഷ്യൂവിനുള്ളിലെല്ലാം ഇത് കോമൺ ആയിട്ട് ഇങ്ങനെ വാണ്ടർ ചെയ്യും. ക്ലീൻ അപ്പ് ഡെബ്രീസ് ആൻഡ് റിമൂവ് ബാക്ടീരിയ ആൻഡ് അതർ ആൻറ്റിജൻസ് ബൈ ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ്സിൽ കൂടി എന്ത് കണക്റ്റീവ് ടിഷ്യൂ ക്ലീനപ്പ് ഈ എന്താണ് മാക്രോഫേജസ് എന്ത് ചെയ്യും, ക്ലീനപ്പ് ചെയ്യും ഡെബ്രീസിനെയും റിമൂവ് ബാക്ടീരിയ ആൻഡ് അതർ ആൻറ്റിജൻ ബൈ ഫാഗോസൈറ്റോസിസ്. അതായത് ഈ ടിഷ്യൂവിനുള്ളിൽ കാണപ്പെടുന്ന ബാക്ടീരിയയും അതർ ആൻറ്റിജൻസിനെയും ബാക്ടീരിയയും ഡെബ്രീസിനെയൊക്കെ എന്ത് ചെയ്യും ക്ലീനപ്പ് ചെയ്യും. അപ്പോൾ ഇത് വാണ്ടർ ത്രൂ ദ കണക്റ്റീവ് ടിഷ്യൂ. അപ്പം ഇത് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് മൂവ് ചെയ്യും അല്ലേ. ഇത് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മൂവ് ചെയ്തിങ്ങനെ അവിടെയുള്ള എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും ബാക്ടീരിയയും എല്ലാ ബാക്ടീരിയസിനെയും ആൻറ്റിജനെയും ഡെബ്രീസിനെയൊക്കെ എന്ത് ചെയ്യും, ക്ലീനപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ, ഈ സെല്ല് മാക്രോഫേജസ് എന്ന സെല്ലിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ എന്തെന്നും കൂടി വിളിക്കുന്നു, സ്കാവെഞ്ചർ സെൽ. മറ്റൊരു പേരെന്താണിത്, സ്കാവെഞ്ചർ സെൽ. ദെൻ ടിഷ്യൂസിനെ, നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂവിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ സ്ട്രക്ചർ എന്ന് ക്ലിയർ ആയല്ലോ. ഇനി ഈ കണക്റ്റീവ് ടിഷ്യൂവിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്, പിന്നെ അതിൻ്റെ സബ് ഡിവിഷൻസ് ഉണ്ട്. മേജർ മൂന്നായിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ സബ് ഡിവിഷൻസ് വരും. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ, ഫസ്റ്റ് വൺ ഈസ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, സെക്കൻഡ് എന്താണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, തേർഡ് ഈസ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇനി ഇത് സബ് ഡിവിഷൻസ് ഉണ്ട്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ വരുമ്പോഴത്തേക്ക് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇനി ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ തന്നെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ, അഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂ, റെറ്റിക്കുലർ കണക്റ്റീവ് ടിഷ്യൂ. ഇതിനെ വീണ്ടും മൂന്നായിട്ട് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് മൂന്ന് സബ് ഡിവിഷൻസ് ഉണ്ട്. ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ, അഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് റെറ്റിക്കുലർ കണക്റ്റീവ് ടിഷ്യൂ. നമുക്ക് ഓരോന്നും വിശദമായിട്ട് ഇനി നോക്കാം. അതുകൂടാതെ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനെ മൂന്നായിട്ട് ക്ലാസിഫൈ, വീണ്ടും സബ് ഡിവിഷൻസ് ഉണ്ട്. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ, ദെൻ ഇലാസ്റ്റിക് കണക്റ്റീവ് ടിഷ്യൂ. ദെൻ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ വരുമ്പോഴത്തേക്ക് ബോൺ ആൻഡ് കാർട്ടിലേജ് എന്താണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൽ ബോണും കാർട്ടിലേജും സ്പെഷ്യലൈസ്ഡ് ആണ്. ബ്ലഡ് ആൻഡ് ലിംഫ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. എന്താണത്, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ഏതൊക്കെയാണ്, ബ്ലഡ് ആൻഡ് ലിംഫ്. അത് നോട്ട് ചെയ്തു, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ. ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ, വാട്ട് ആർ ദ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡ് ആൻഡ് ലിംഫ് അല്ലേ. ബ്ലഡും ലിംഫുമാണ് എന്താ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ വരുന്നത്. അപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ വരുമ്പോഴത്തേക്ക് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് മൂന്നായിട്ട്, അതിനെ മേജർ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ അല്ലേ, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിനെ വീണ്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏരിയോളാർ, അഡിപ്പോസ് ആൻഡ് റെറ്റിക്കുലർ. Then dense connective tissue, dense regular, dense irregular, elastic connective tissue. Then specialized connective tissue ഏതാണ്, ബോണും കാർട്ടിലേജും. ദെൻ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്, ബ്ലഡ് ആൻഡ് ലിംഫ് ആണ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ വരുന്നത്. ഇനി നമുക്ക് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് ആദ്യം നമുക്ക് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് നോക്കാം. അപ്പം ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആർ പ്രസൻറ്റ് ഓൾ ഓവർ ദ ബോഡി. നമ്മുടെ ഫുൾ ബോഡിയിൽ എന്ത് കാണപ്പെടുന്നു, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ കാണപ്പെടുന്നു. വേർ സപ്പോർട്ട് ആൻഡ് ഇലാസ്റ്റിസിറ്റി ബോത്ത് ആർ നീഡഡ്. എന്താണ്, സപ്പോർട്ടും ഇലാസ്റ്റിസിറ്റിയും ബോത്ത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് വെസൽസ്, നെർവ്സ് ആൻഡ് മസിൽസ്. ബ്ലഡ് വെസൽസിലും, അതായത് നമ്മുടെ രക്തക്കുഴലുകളിലും നെർവുകളിലും മസിൽസിലും ഓൾ ഹാവ് എ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ റാപ്പിങ്. അതിനെ റാപ്പ് ചെയ്ത് അല്ലേ, അതിനെ റാപ്പ് ചെയ്ത് ചുറ്റിപ്പിണഞ്ഞ് അല്ലേ, റാപ്പ് ചെയ്ത് എന്ത് കാണപ്പെടും, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ കാണപ്പെടും. എന്തിലൊക്കെ, ബ്ലഡ് വെസൽസിലും നെർവ്സിലും മസിൽസും എല്ലാം ഇത് റാപ്പ് ചെയ്ത് ഈ ടിഷ്യൂ കാണപ്പെടും. ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ റാപ്പ് ചെയ്ത് കാണപ്പെടും. ദേ ഫോം ദ സബ്ക്യൂട്ടേനിയസ് ലെയർ. എങ്ങനെയാണ് they form the subcutaneous layer under the skin along with the adipose tissue. അപ്പം നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ലെയർ ഉണ്ടല്ലോ, സ്കിന്നിൻ്റെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ടോപ്പ് മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓൾ ഓവർ ദ ബോഡി കവർ ചെയ്ത് ലാസ്റ്റ് ക്ലാസ്സിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അതിന് തൊട്ട് താഴെ എന്തുണ്ട്, ഡെർമിസ് ഉണ്ട് അല്ലേ. അപ്പം ഈ
അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റ് ടിഷ്യൂ ആണ് അല്ലേ? ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? ദേ ഫോം ദ സബ്ക്യൂട്ടേനിയസ് ലെയർ അണ്ടർ ദ സ്കിൻ എലോങ് വിത്ത് അഡിപ്പോസ് ടിഷ്യൂ. ഇത് എന്തിനോട് ജോയിൻ ചെയ്ത് കിടക്കുന്നു? അഡിപ്പോസ് ടിഷ്യൂവിനോട് ജോയിൻ ചെയ്ത് കിടക്കുന്നു, അറ്റാച്ചിങ് മസിൽസ് ആൻഡ് അതർ സ്ട്രക്ചർ ഓഫ് ദ സ്കിൻ. അതായത് ഇത് അറ്റാച്ചിങ് മസിൽസ് ആൻഡ് അതർ സ്ട്രക്ചർ ഓഫ് ദ സ്കിൻ, മറ്റുള്ള സ്കിന്നിൻ്റെ സ്ട്രക്ചറിനെയും മസിൽസിനെയും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു. എന്ത്? ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ദ ഫൈബേഴ്സ് ആൻഡ് സെൽസ് ആർ ലൂസ്ലി അറേഞ്ച്ഡ്. ഇതിനുള്ളിൽ ഇതിൻ്റെ സ്ട്രക്ചർ, ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇതിൽ ഫൈബേഴ്സും സെമി ഫ്ലൂയിഡ് മെട്രിക്സ്, ഫൈബേഴ്സ് ആൻഡ് സെൽസ് ആർ ലൂസ്ലി അറേഞ്ച്ഡ്. ഇതിനുള്ളിൽ ഫൈബറും, അതായത് ഇപ്പോൾ കൊളാജൻ ഫൈബേഴ്സ് ആകാം, റെറ്റിക്കുലർ ഫൈബേഴ്സ് ഉണ്ട്, ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ പാക്ക്ഡ് ആണ്? ഇത് ലൂസ്ലി, കണ്ടില്ലേ, ഇത് ലൂസ്ലിയാണ് കാണപ്പെടുന്നത്. ഇത് ഇങ്ങനെ ഒന്നിച്ച് കൂടിയൊക്കെ കിടക്കും, അല്ലെ ലൂസ്ലി ആണ് അല്ലേ, ലൂസ്ലി പാക്ക് ചെയ്തേക്കുവാണ്. ദെൻ ഇതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? സെൽസ് ഉണ്ട്. എന്തുണ്ട്? സെൽസ് ഉണ്ട്. ദ ഫൈബേഴ്സ് ആൻഡ് സെൽസ് ആർ ലൂസ്ലി അറേഞ്ച്ഡ് ഇൻ ദ സെമി ഫ്ലൂയിഡ് മെട്രിക്സ്. എങ്ങനെയുള്ള ഫ്ലൂയിഡ്സ് ആണ് ഇതിനുള്ളിൽ കാണപ്പെടുന്നത്? സെമി ഫ്ലൂയിഡാണ്. എങ്ങനെയുള്ള ഫ്ലൂയിഡാണ് കാണപ്പെടുന്നത്? സെമി ഫ്ലൂയിഡാണ് അല്ലേ. ആൻഡ് ദ ഫൈബേഴ്സ് ആൻഡ് സെൽസ് ആർ ലൂസ്ലി അറേഞ്ച്ഡ് ഇൻ ദ സെമി ഫ്ലൂയിഡ് മെട്രിക്സ്. ദേ ആർ ഫൗണ്ട് ബിറ്റ്വീൻ മെനി ഓർഗൻസ്. എവിടെ കാണപ്പെടുന്നു? മെനി ഓർഗൻസിൽ കാണപ്പെടുന്നു. ദേ ആർ ഫൗണ്ട് ബിറ്റ്വീൻ മെനി ഓർഗൻസിൻ്റെ ഇടയിലായിട്ടല്ലേ കാണപ്പെടുന്നു. ആസ് എ ഫില്ലിംഗ് ആൻഡ് ആക്ട് ആസ് എ ഷോക്ക് അബ്സോർബർ, അല്ലെ ഫില്ല് ചെയ്ത് കാണപ്പെടുന്നു, അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബർ ആയിട്ട് കാണപ്പെടുന്നു. അതായത് ഇതിന് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇത് ഷോക്ക് അബ്സോർബർ ആയിട്ട്, അതായത് എന്തെങ്കിലും ഇതിന് ഫിസിക്കലി എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും? ചെറുത്ത് നിൽക്കാൻ പറ്റില്ലേ? അതുകൊണ്ട് ഇത് ഷോക്ക് അബ്സോർബർ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നു. ഇറ്റ് ആക്ട് ആസ് എ ഷോക്ക് അബ്സോർബർ. അപ്പം എങ്ങനെയാണിത് കാണപ്പെടുന്നത്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഫൈബേഴ്സ് എങ്ങനെയായിരിക്കും? ഇതിനകത്ത് ലൂസ്ലി പാക്ക്ഡ് ആയിരിക്കും. ഫൈബേഴ്സ് ലൂസ്ലി പാക്ക്ഡ് ആയിരിക്കും, സെൽസും ലൂസ്ലി പാക്ക്ഡ് ആയിരിക്കും. സെൽസ് അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂവിൽ സെൽസ് കാണപ്പെടുന്നത് എന്താണ്? ഇൻ ബിറ്റ്വീൻ സ്പേസസ് ഉണ്ട് അല്ലേ. സെൽസിനിടയിൽ എന്തുണ്ട്? സ്പേസസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസസിനിടയിൽ ഇൻ്റർ സെല്ലുലാർ സ്പേസസിനിടയിൽ എന്ത് കാണപ്പെടുന്നു? ഈ കൊളാജൻ ഫൈബേഴ്സും കാണപ്പെടുന്നു, പ്രോട്ടീൻ ഫൈബേഴ്സും ഗ്രൗണ്ട് സബ്സ്റ്റൻസും കാണപ്പെടുന്നു അല്ലേ. ആൻഡ് ഇതിലെങ്ങനെയാണ് കാണപ്പെടുന്നത്? ഫൈബേഴ്സ് ആൻഡ് സെൽസ് ആർ ലൂസ്ലി അറേഞ്ച്ഡ് ഇൻ ദ സെമി ഫ്ലൂയിഡ് മെട്രിക്സ്. ദേ ആർ ഫൗണ്ട് ബിറ്റ്വീൻ മെനി ഓർഗൻ ആസ് എ ഫില്ലിംഗ് ആക്ട് ആസ് എ ഷോക്ക് അബ്സോർബർ. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഓർഗൻസിനിടയിൽ കാണപ്പെടുന്നു അല്ലേ. ഇത് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഷോക്ക് അബ്സോർബറായിട്ട്, ഫില്ലിംഗ് ആൻഡ് ഷോക്ക് അബ്സോർബറായിട്ട് ഇത് കാണപ്പെടുന്നത്. അപ്പം ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്നുള്ള ഇതിൽ തന്നെയുണ്ട്. ഇതിനുള്ളിൽ കൊളാജൻ ഫൈബേഴ്സും ഇലാസ്റ്റിൻ ഫൈബേഴ്സും റെറ്റിക്കുലർ ഫൈബേഴ്സും ഒക്കെ ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. ദെൻ ഇതിനുള്ളിൽ സെൽസും ലൂസ്ലി കുറച്ച് ഫ്യൂ സെൽസേ കാണപ്പെടുകയുള്ളൂ. ഇതിനുള്ളിൽ കാണപ്പെടുന്ന ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, അതായത് ഫ്ലൂയിഡ് എങ്ങനെയായിരിക്കും? സെമി ഫ്ലൂയിഡ് മെട്രിക്സ് കാണപ്പെടുന്നു അല്ലേ. അതിന് എവിടെ കാണപ്പെടുന്നു? രണ്ട് ഓർഗൻസിന് ഇടയിൽ കാണപ്പെടുന്നു. ആ സ്പേസ് ഫില്ല് ചെയ്തുകൊണ്ട് കാണപ്പെടുന്നു. ഇതിന് എങ്ങനെയാണ്? ഷോക്ക് അബ്സോർബറായിട്ട് ഇത് ആക്ട് ചെയ്യും. എങ്ങനെ ആക്ട് ചെയ്യും? ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യും. ദെൻ ഏരിയോളാർ ടിഷ്യൂ. എന്താണ് ഏരിയോളാർ ടിഷ്യൂ? ഞാൻ പറഞ്ഞു എന്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിനെ വീണ്ടും നമ്മൾ തരം തിരിച്ചിട്ടുണ്ട് അല്ലേ. സബ് ഡിവിഷൻസ് ഉണ്ട്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് എന്തുണ്ട്? സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പം കണ്ടില്ലേ, ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് എന്തുണ്ട്? അതിൻ്റെ സബ് ഡിവിഷൻസ് ഉണ്ട് അല്ലേ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ അതിൻ്റെ സബ് ഡിവിഷൻസും കൂടെ നോക്കാം. എന്തൊക്കെയാണ്? ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ, അഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് റെറ്റിക്കുലർ കണക്റ്റീവ് ടിഷ്യൂ. ദെൻ നമുക്ക് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ, അഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് റെറ്റിക്കുലർ കണക്റ്റീവ് ടിഷ്യൂ. നമുക്കിനി ഓരോന്നും നോക്കാം. ഓക്കെ, ഏരിയോളാർ ടിഷ്യൂ അതെ അല്ലേ. ഇനി ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ സബ് ഡിവിഷനാണ് ഏരിയോളാർ ടിഷ്യൂ. ഇറ്റ് ഈസ് പ്രസൻറ്റ് അണ്ടർ ദ സ്കിൻ ആൻഡ് സപ്പോർട്ട് എപ്പിത്തീലിയം. ഇത് എവിടെ കാണപ്പെടുന്നു? നമ്മുടെ സ്കിന്നിന് തൊട്ട് താഴെ കാണപ്പെടുന്നു. നമ്മുടെ ഫുൾ ബോഡിയെ കവർ ചെയ്ത് എന്ത് കാണപ്പെടുന്നു? എപ്പിത്തീലിയൽ ടിഷ്യൂ കാണപ്പെടുന്നു. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്ത് കാണപ്പെടുന്നു? ഈ ഏരിയോളാർ ടിഷ്യൂ കാണപ്പെടുന്നു. അത് എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് എപ്പിത്തീലിയം. എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു? എപ്പിത്തീലിയൽ സെൽസിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, it contain randomly distributed fibers, fibroblast, mast cells and macrophages. എന്തൊക്കെയാണ് ഇതിനുള്ളിൽ കാണപ്പെടുന്നത്? ഇങ്ങനെയുള്ള ഏരിയോളാർ ടിഷ്യൂവിനുള്ളിൽ കാണപ്പെടുന്നത്. ഇവിടെ എന്താണ്? റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഫൈബേഴ്സ്. കണ്ടില്ലേ, എന്താണ് എങ്ങനെയാണ് കാണപ്പെടുന്നത്?
ഫൈബേഴ്സ് റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എങ്ങനെയാണ്? റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഫൈബേഴ്സ് ഉണ്ട്. ദെൻ ഇതിനുള്ളിൽ ഫിബ്രോബ്ലാസ്റ്റ് സെല്ല് കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? ഫിബ്രോബ്ലാസ്റ്റ് സെൽസ് ഉണ്ട് ഇതിനുള്ളിൽ. ദെൻ മാക്രോഫേജസ് സെല്ലുണ്ട്. ഫിബ്രോബ്ലാസ്റ്റ് സെല്ല്, മാസ്റ്റ് സെല്ല് ആൻഡ് മാക്രോഫേജസ് സെൽസ് ഒക്കെയാണ് ഈ ഏരിയോളാർ ടിഷ്യൂവിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഫൈബേഴ്സ് റാൻഡംലി അറേഞ്ച്ഡ് ആണ്. ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് ഉണ്ട്, മാസ്റ്റ് സെൽസ് ഉണ്ട്, മാക്രോഫേജസ് ഉണ്ട്. ഇതെന്ത് ചെയ്യുന്നു? ഇറ്റ് സപ്പോർട്ട്സ് ദ ഓർഗൻ പ്രസൻറ്റ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി. ഈ ഏരിയോളാർ ടിഷ്യൂ ഒന്ന് സ്കിന്നിൻ്റെ തൊട്ട് താഴെ, അതായത് എപ്പിത്തീലിയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് പറയും. നമ്മുടെ ഓൾ ഓവർ ദ ബോഡി കവർ ചെയ്ത് എന്തുണ്ട്? സർഫസ് ഏരിയ ഫുള്ള് കവർ ചെയ്ത് എന്തുണ്ട്? എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ സപ്പോർട്ട് ചെയ്ത് അതിന് തൊട്ട് താഴെയായിട്ട് എന്ത് കാണപ്പെടുന്നു? ഈ ഏരിയോളാർ ടിഷ്യൂ കാണപ്പെടുന്നു. കൂടാതെ ഇറ്റ് സപ്പോർട്ട്സ് ദ ഓർഗൻ പ്രസൻറ്റ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി. എന്താണ്? നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന ഓർഗൻസിലും എന്ത് കാണുന്നു? ഈ ഏരിയോളാർ ടിഷ്യൂ കാണപ്പെടുന്നു. അത് ആ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഫംഗ്ഷനാണ്. പിന്നെ എന്താണ്? അതിനിടയിലുള്ള സ്പേസിനെ ഫിൽസ് ദ സ്പേസ് ബിറ്റ്വീൻ മസിൽ ഫൈബേഴ്സ് ആൻഡ് എന്താണ്? മസിൽ ഫൈബേഴ്സിൻ്റെ സ്പേസ് ഫില്ല് ചെയ്യുന്നു. ബിറ്റ്വീൻ ദ മസിൽ ഫൈബേഴ്സ് അല്ലേ? ഈ അബ്ഡോമിനൽ ക്യാവിറ്റിയും മസിൽ ഫൈബേഴ്സും തമ്മിലുള്ള ഇടയിലെ സ്പേസിനെ എന്ത് ചെയ്യുന്നു? ഫില്ല് ചെയ്യുന്നു. ദെൻ റാപ്പ് അറൗണ്ട് ബ്ലഡ് ആൻഡ് ലിംഫ് വെസൽസ്. ബ്ലഡ് വെസൽസിൻ്റെയും ലിംഫ് വെസൽസിൻ്റെയും എന്ത് ചെയ്യുന്നു? റാപ്പ് ചെയ്ത്, കവർ ചെയ്ത്, ഇങ്ങനെ റാപ്പ് ചെയ്ത് കിടക്കുന്നു അല്ലേ? അപ്പം ഏരിയോളാർ ടിഷ്യൂ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ഒന്ന് നമ്മുടെ സർഫസ് ഏരിയോള എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഏരിയോളാർ ടിഷ്യൂ. ദെൻ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ കാണപ്പെടുന്നല്ലേ? ഇറ്റ് സപ്പോർട്ട് ദ ഓർഗൻ പ്രസൻറ്റ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന ഓർഗൻസിലെ എന്ത് ചെയ്യുന്നു? ഇത് സപ്പോർട്ട് ചെയ്യുന്നു. സ്പേസസ് ഫില്ല് ചെയ്യുന്നു. എവിടെ? മസിൽ ഫൈബേഴ്സൊക്കെ ബിറ്റ്വീൻ ദ മസിൽ ഫൈബേഴ്സും ദ സ്പേസ് ഫിൽ ബിറ്റ്വീൻ മസിൽ ഫൈബേഴ്സ്. ദെൻ ആൻഡ് റാപ്പ് അറൗണ്ട് ബ്ലഡ് ആൻഡ് ലിംഫ് വെസൽസ്. എവിടെ കാണപ്പെടുന്നു? നമ്മുടെ ലിംഫ് വെസൽസിലും ബ്ലഡ് വെസൽസിനെയും എന്ത് ചെയ്ത് കവർ ചെയ്ത് റാപ്പ് ചെയ്ത് ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് എന്ത് വരുന്നത്? ബ്ലഡ് വെസൽസിനും ഈ പറയുന്ന ലിംഫ് വെസൽസ് ഒക്കെ എങ്ങനെയുള്ള സ്ട്രക്ചറാണ്? ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സാണ് അല്ലേ? അതിനെ റാപ്പ് ചെയ്ത് എന്ത് കാണപ്പെടുന്നു? അതിനെ റാപ്പ് ചെയ്ത് ഈ പറയുന്ന ഏരിയോളാർ ടിഷ്യൂ കാണപ്പെടുന്നു. അപ്പോൾ ഏരിയോളാർ ടിഷ്യൂ സ്കിന്നിന് തൊട്ട് താഴെ എപ്പിത്തീലിയത്തിനോട് ചേർന്ന് കാണപ്പെടുന്നു. അവിടെ അതിന് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് കാണപ്പെടുന്നു അല്ലേ? സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഈ സെൽസ് എങ്ങനെയുള്ളതാണ്? ഇതിനകത്ത് ഇതിൻ്റെ സ്ട്രക്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞു. റാൻഡംലി അറേഞ്ച്ഡ് ഫൈബേഴ്സ് ആണ്. സെൽസ് ഏതൊക്കെയാണ് കാണപ്പെടുന്നത്? ഫൈബ്രോബ്ലാസ്റ്റും മാസ്റ്റ് സെല്ലും മാക്രോഫേജസുമാണ് ഇതിനുള്ളിൽ കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് സപ്പോർട്ട് ദ ഓർഗൻ പ്രസൻറ്റ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിക്കുള്ളിലെ എല്ലാ ഓർഗൻസിനെയും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ആൻഡ് സപ്പോർട്ട് ചെയ്യുന്നു. ഫിൽ ദ സ്പേസ് ബിറ്റ്വീൻ മസിൽ ഫൈബേഴ്സ്. മസിൽ ഫൈബേഴ്സിന് ഇടയിലുള്ള സ്പേസ് ഇതെന്ത് ചെയ്യുന്നു? ഫില്ല് ചെയ്യുന്നു. ആൻഡ് റാപ്പ് അറൗണ്ട് ബ്ലഡ് ആൻഡ് ലിംഫ് വെസൽസ്. ദെൻ ഏരിയോളാർ ടിഷ്യൂ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ മറ്റൊരു സബ് ഡിവിഷനാണ് എന്ത്? അഡിപ്പോസ് ടിഷ്യൂ. എന്താണത്? അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റ് ടിഷ്യൂ ആണ്. അഡിപ്പോസ് ടിഷ്യൂ ഞാനിവിടെ ഡ്രോ ചെയ്ത് കാണിക്കാം. അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് ഫാറ്റ് ടിഷ്യൂ ആണ്. അതിൻ്റെ സെല്ല് ഇങ്ങനെ കാണപ്പെടുന്നു. ഇതിനുള്ളിലെല്ലാം എന്ത് ഫിൽഡാണ്? ഇതിനുള്ളിലെല്ലാം ഫാറ്റ് ഫിൽഡാണ്. ഇതിനുള്ളിലെല്ലാം എന്ത് ഫിൽഡാണ്? ഫാറ്റ് ഫിൽഡാണ്. ഇതിൻ്റെ ന്യൂക്ലിയസ് ഈ ഒരു പോർഷനിലായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, എന്താണ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ദേ ആർ പ്രസൻറ്റ് അണ്ടർ ദ സ്കിൻ. എവിടെ കാണപ്പെടുന്നു? സ്കിന്നിന് അണ്ടറിൽ കാണപ്പെടുന്നു, താഴെയായി കാണപ്പെടുന്നു. ആൻഡ് സ്റ്റോർ ഫാറ്റ്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? സ്കിന്നിന് തൊട്ട് താഴെ കാണപ്പെടുന്ന അഡിപ്പോസ് ടിഷ്യൂ ആണ്. ഇവിടെ നമ്മുടെ ഇപ്പം കയ്യിലൊക്കെ ഇങ്ങനെ സ്കിന്ന് വലിച്ചൊന്ന് പൊക്കിക്കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ ഇപ്പോൾ കട്ടി കൂടുതലാണെങ്കിൽ ആ സ്കിന്നിന് വലിയ കട്ടിയില്ല അല്ലേ? വളരെ തിന്നാണ്. അപ്പോൾ സ്കിന്ന് തൊട്ട് താഴെ കാണപ്പെടുന്നത് എന്താണ്? ഈ അഡിപ്പോസ് ടിഷ്യൂ ആണ്. അതായത് ഫാറ്റ് ടിഷ്യൂ ആണ്. അപ്പോൾ ഈ സ്കിന്നിന് താഴെയായിട്ട് ഇത് സ്റ്റോർ ഫാറ്റാണ് അല്ലേ? ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നു. താഴെയായിട്ട് കാണപ്പെടുന്നു. ഇറ്റ് ആക്ട് ആസ് എ ഷോക്ക് അബ്സോർബർ ആൻഡ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ബോഡി ടെമ്പറേച്ചർ ഇൻ കോൾഡർ എൻവയൺമെൻറ്റ്. അതായത് ഇത് ഒരു ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഹെൽപ്പ് നമുക്ക് എന്തെങ്കിലും ക്ഷതമേൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഷോക്ക് അബ്സോർബറായിട്ട് അതങ്ങനെ പെട്ടെന്ന് അങ്ങ് അകത്തോട്ട് ആഘാതം ഏൽക്കാതിരിക്കാനായിട്ട് ഇത് ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എൻവയോൺമെൻറ്റ്സിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നു? ഈ ഫാറ്റ് സെല്ല് സഹായിക്കുന്നു.
അപ്പം നമ്മൾ നല്ല ഹെൽത്തി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് ഏരിയയിലൊക്കെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്കധികം തണുക്കത്തില്ല അല്ലേ. കാരണം എന്താണ്, ഈ ഇഷ്ടംപോലെ അഡിപ്പോസ് ടിഷ്യൂ ഫാറ്റ് സെൽസ് കാണപ്പെടുന്നതുകൊണ്ട് ഈ ഫാറ്റ് സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഫംഗ്ഷനാണ് ഇതിനുള്ളത് അല്ലേ. അപ്പോൾ ഈ നമ്മുടെ ബോഡിയുടെ ഇതിനനുസരിച്ച് ഇപ്പം എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബോഡീൻ്റെ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് എന്തിനുള്ളത്, അഡിപ്പോസ് ടിഷ്യൂവിന് ഉള്ളത്. ദെൻ അഡിപ്പോസ് ടിഷ്യൂ രണ്ട് കളറിലുണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്. വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂവും എന്താണ്, വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂവും ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ. അപ്പോൾ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ പ്രൊട്ടക്റ്റ് കിഡ്നീസ് ആൻഡ് ആർ ഓൾസോ ഫൗണ്ട് അറ്റ് ദ ബാക്ക് ഓഫ് ദ ഐ. ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ ഫാറ്റ് സെൽ എവിടെ കാണുന്നു, വൈറ്റ് ഫാറ്റ് സെൽ എവിടെയായിട്ടാണ് കാണപ്പെടുന്നത്, നമ്മുടെ കിഡ്നിയുടെ മുകളിലായിട്ടും കിഡ്നിയിലും ആൻഡ് ഫൗണ്ട് അറ്റ് ദ ബാക്ക് ഓഫ് ദ ഐ, നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും പുറകിലായിട്ടും കാണപ്പെടുന്നു ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ. പിന്നെ എവിടെ കാണപ്പെടുന്നത്, ഇൻ ദ ഹംപ് ഓഫ് ക്യാമൽസിൻ്റെയൊക്കെ ഹമ്പിൽ ഇങ്ങനെ പുറത്തുള്ള ക്യാമൽസിൻ്റെ ഹമ്പിലും ബ്ലബ്ബർ ഓഫ് വെയിൽസും എറ്റ്സെട്ര കാണപ്പെടുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് കാണപ്പെടുന്നത്, കിഡ്നീസിലും നമ്മുടെ കണ്ണിൻ്റെ തൊട്ട് പുറകിലുമായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ കാണപ്പെടുന്നത് അല്ലേ. വൈറ്റ് ഫാറ്റ് സെൽസ്, അഡിപ്പോസ് ടിഷ്യൂ മുതൽ ഫാറ്റ് സെൽസ് കാണപ്പെടുന്നത്. ഇനി ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ ആണെങ്കിലോ അത് നമ്മുടെ കുഞ്ഞുങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ കാണപ്പെടുന്നത്. പോളാർ ബിയേഴ്സിലും പെൻഗ്വിൻസിലും ആൻഡ് അതർ ആനിമൽസ് ഫൗണ്ട് ഇൻ കോൾഡ് റീജിയൻസിലുമാണ് എന്ത് കാണപ്പെടുന്നത്, ഈ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ കാണപ്പെടുന്നത്. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളിൽ ഇൻഫൻറ്റിലാണ് ഇത് കാണപ്പെടുന്നത് അല്ലേ. ഇറ്റ് ജനറേറ്റ് 20 times മോർ ഹീറ്റ് ഈസ് കമ്പയർഡ് ടു ദ അതർ ഫാറ്റ്. അപ്പം ഈ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് ജനറേറ്റ് ചെയ്യും ഇങ്ങനെയുള്ള അഡിപ്പോസ് ടിഷ്യൂ. അപ്പം ഫാറ്റ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ ഷോക്ക് അബ്സോർബറായിട്ടും ഇത് ആക്ട് ചെയ്യും. ഓക്കെ, ദെൻ ഇൻഫൻറ്റിൽ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ ആണ് കാണപ്പെടുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തണുക്കില്ലേ, അപ്പം കുഞ്ഞുങ്ങൾക്ക് വലിയ ആരോഗ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അതുങ്ങൾക്ക് തണുക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് ഈ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ ആണ്. ഓക്കെ, ഇറ്റ് ജനറേറ്റ് 20 times മോർ ഹീറ്റ് ആസ് കമ്പയർഡ് ടു ദ അതർ ഫാറ്റ്. മറ്റുള്ള ഫാറ്റിനേക്കാട്ടിൽ കൂടുതൽ 20 times മോർ ഹീറ്റ് ഇത് ജനറേറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് റിലീസസ് മെറ്റബോളിക് ഹീറ്റ്. എങ്ങനെയുള്ള ഹീറ്റാണ് ഇത് റിലീസ് ചെയ്യുന്നത്, മെറ്റബോളിക് ഹീറ്റാണിത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ടിഷ്യൂ ആണ്. ഇതെവിടെ കാണപ്പെടുന്നു, നമ്മുടെ സ്കിന്നിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നു. അതായത് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് സ്കിന്നിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നു. ഇറ്റ് ആക്ട് ആസ് എ ഷോക്ക് അബ്സോർബർ ആൻഡ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും ഈ ഫാറ്റ് ടിഷ്യൂ, ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ ഓക്കെ അവിടെയും നമ്മളുടെ ആ ഒരു ഹീറ്റ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു, വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂവും ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂവും. വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ കാണപ്പെടുന്നത് ഫാറ്റ് സെൽസ് കൂടുതലായിട്ട് കാണപ്പെടുന്ന കിഡ്നീസിലും നമ്മുടെ കണ്ണിൻ്റെ പുറകുവശത്തുമാണ്. ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ കൊച്ചു കുഞ്ഞുങ്ങളിലാണ് കാണപ്പെടുന്നത്. ദെൻ റെറ്റിക്കുലർ കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, നമ്മൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ സബ് ഡിവിഷൻസ് ആണ്. നമ്മൾ ആദ്യം ഏരിയോളർ കണക്റ്റീവ് ടിഷ്യൂ പറഞ്ഞു, ദെൻ ഫാറ്റ് അഥവാ അഡിപ്പോസ് ടിഷ്യൂ പറഞ്ഞു. ഇനി എന്താണ് റെറ്റിക്കുലർ കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് റെറ്റിക്കുലർ ഫൈബേഴ്സ്. എന്താണ് ഇതെങ്ങനെയാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്, റെറ്റിക്കുലർ ഫൈബേഴ്സ് ആണ്. ഇറ്റ് സപ്പോർട്ട്സ് ദ ഇൻറ്റേർണൽ ഫ്രെയിംവർക്ക് ഓഫ് ഓർഗൻസ് സച്ച് ആസ് ലിവർ, ലിംഫ് നോഡ്സ് ആൻഡ് സ്പ്ലീൻ. അതായത് റെറ്റിക്കുലർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ റെറ്റിക്കുലർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നെറ്റ്വർക്ക് പോലെ കിടക്കുന്നതാണ് അല്ലേ, നെറ്റ്വർക്കാണിത്. അപ്പോൾ ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് റെറ്റിക്കുലർ ഫൈബേഴ്സ്. ഇറ്റ് സപ്പോർട്ട്സ് ദ ഇൻറ്റേർണൽ ഫ്രെയിംവർക്ക്, അതായത് ടിഷ്യൂവിനുള്ളിലെ ഇൻറ്റേർണൽ ഫ്രെയിംവർക്ക്, അതായത് ഓർഗൻസിൻ്റെയും ലിവർ, ലിംഫ് നോഡ്സ് ആൻഡ് സ്പ്ലീനിൻ്റെയൊക്കെ ഇൻറ്റേർണൽ നെറ്റ് ഫ്രെയിംവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റെറ്റിക്കുലർ കണക്റ്റീവ് ടിഷ്യൂ ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് റെറ്റിക്കുലർ ഫൈബേഴ്സ്. ഇറ്റ് സപ്പോർട്ട് ദ ഇൻറ്റേർണൽ ഫ്രെയിംവർക്ക് of organs such as liver, lymph nodes and spleen. ദെൻ നെക്സ്റ്റ് എന്താണ്, അപ്പം നമ്മൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ സബ് ഡിവിഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി എന്താണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. നെക്സ്റ്റ് എന്താണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സബ് ഡിവിഷൻസ് എന്തൊക്കെയാണ്, ഡെൻസ് റെഗുലർ ആൻഡ് ഡെൻസ് ഇറഗുലർ, ഇലാസ്റ്റിക് കണക്റ്റീവ് ടിഷ്യൂ, ഇത്രയും കൂടി നോക്കാം. dense connective tissue. Okay, in the dense connective tissue, fibroblast cells and fibers are compactly packed. എങ്ങനെയാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്, കണ്ടോ ഇതിനിടയിൽ എന്തില്ല,
ഭയങ്കര സ്പേസ് ഒന്നുമില്ല, ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. ഇതിനിടയിൽ ഇല്ല, സ്പേസ് ഇല്ല. ഇത് ഭയങ്കര എന്താണ് അടുക്കി പാക്ക് ചെയ്ത് കിടക്കുകയാണ് അല്ലേ. ഇതിങ്ങനെ ചേർന്ന് പാക്ക് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, ഇൻ ദ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ fibroblast cells and fibers are compactly packed. Their main function is to support and transmit mechanical forces. ഓക്കെ, നമുക്ക് മെക്കാനിക്കൽ ഫോഴ്സസ് കൊടുക്കണമെങ്കിൽ എന്താവശ്യമാണ്? വളരെ സ്ട്രോങ് ആവശ്യമാണ് അല്ലേ, ഭയങ്കര ഫോഴ്സ് ആവശ്യമാണ്. അപ്പം ഈ ഫൈബേഴ്സിന് എന്താണ്, നിരവധി ഫൈബേഴ്സ് ഇതിനുള്ളിൽ സെൽസും, അതായത് ഫിബ്രോബ്ലാസ്റ്റ് സെൽസും ഒക്കെ ഇങ്ങനെ അടുക്കി ഇതിനുള്ളിൽ കാണപ്പെടും ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൽ. അപ്പോൾ ഓക്കെ, their main function is to support and transmit mechanical force. They are somewhat less flexible than loose connective tissue. അപ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് അല്ലേ, ലൂസ്ലി പാക്ക്ഡ് ആണ്, അതുകൊണ്ട് അതിന് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്. പക്ഷേ അക്കോർഡിംഗ് ടു ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിന് ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഓക്കെ, ദേ ആർ സംവാട്ട് ലെസ് ഫ്ലെക്സിബിൾ ദാൻ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. കാരണം ഇതിങ്ങനെ അടുക്കി ഈ ഫൈബേഴ്സ് ഇങ്ങനെ പാക്ക് ചെയ്ത്, ഇതിന് എന്താ ആവശ്യമാണ്, ഇതെന്ത് ചെയ്യുന്നു, മെക്കാനിക്കൽ ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് കൊളാജൻ ഫൈബേഴ്സ് ദേ ആർ ഡിവൈഡഡ് ഇൻടു 2 ടൈപ്സ്. ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊളാജൻ ഫൈബേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ, 2 ടൈപ്സിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്താണ്, ഇങ്ങനെ in the dense connective tissue fibroblast cells and fibers are compactly packed. എങ്ങനെ കോമ്പാക്റ്റ്ലി പാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സപ്പോർട്ട്, ട്രാൻസ്മിറ്റ്, മെക്കാനിക്കൽ ഫോഴ്സസ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്ന ഈ അറേഞ്ച്മെൻറ്റ് ഓഫ് കൊളാജൻ ഫൈബേഴ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 2ആയിട്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡെൻസ് റെഗുലർ ആൻഡ് ഡെൻസ് ഇറഗുലർ. എന്താണ് ഡെൻസ് റെഗുലർ ആൻഡ് ഡെൻസ് ഇറഗുലർ? ഇൻ ദ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ദ ഓറിയൻറ്റേഷൻ ഓഫ് ഫൈബേഴ്സ് ആർ റെഗുലർ. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ കണ്ടില്ലേ, ഈ ഫൈബേഴ്സ് നമ്മൾ നോക്കാം, ഇതിന് എന്താണ്, റെഗുലർ മോഡലാണ് അല്ലേ. ഇതിൻ്റെ എന്താണ്, ഇങ്ങനെ റെഗുലർ അറേഞ്ച്മെൻ്റ് ആണ് ഈ കാണിച്ചേക്കുന്നത് അല്ലേ. ഇതിനെങ്ങനെയുള്ള അറേഞ്ച്മെൻ്റ് ആണ്, റെഗുലർ അല്ലെ അറേഞ്ച്മെൻ്റ് ആണ്. ദ കൊളാജൻ ഫൈബേഴ്സ് ആർ പ്രസൻറ്റ് ബിറ്റ്വീൻ ദ പാരലൽ റണ്ണിങ് ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ്. എങ്ങനെയാണ്, പാരലായിട്ടാണ് ഇത് റൺ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്, പാരലായിട്ടാണ് ഇത് റൺ ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ദ റെഗുലർ അറേഞ്ച്മെൻറ്റ് എൻഹാൻസസ് ടെൻസിൽ സ്ട്രെങ്ത് ആൻഡ് പോസസ് റെസിസ്റ്റൻസ് ടു സ്ട്രെച്ചിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഓറിയൻറ്റേഷൻ ഓഫ് ഫൈബേഴ്സ്. എക്സാമ്പിൾ ഓഫ് ഡെൻസ് റെഗുലർ ടിഷ്യൂ ആർ ടെൻഡൻസ് ആൻഡ് ലിഗമെൻറ്റ്സ്. അങ്ങനെയുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാം. അപ്പോൾ ഇത് കൊളാജൻ ഫൈബേഴ്സ് ആർ പ്രസൻറ്റ് ബിറ്റ്വീൻ ദ പാരലൽ റണ്ണിങ് ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ്. ഇതിന് എങ്ങനെ സെയിം ഈക്വൽ ഫോഴ്സസ് ആയിരിക്കും, ഇതിൻ്റെ 2 സൈഡിലും എങ്ങനെയുള്ള ഫോഴ്സസ് ആയിരിക്കും, ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സസ് ആയിരിക്കും. കാരണം ഇത് പാരലൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ. എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, പാരലലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ദ റെഗുലർ അറേഞ്ച്മെൻറ്റ് എൻഹാൻസസ് ടെൻസിൽ സ്ട്രെങ്ത് ആൻഡ് പോസസ് റെസിസ്റ്റൻസ് ടു സ്ട്രെച്ചിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഓറിയൻറ്റേഷൻ ഓഫ് ഫൈബേഴ്സ്. എക്സാമ്പിൾ ഓഫ് ഡെൻസ് റെഗുലർ ടിഷ്യൂ ഓർ ടെൻഡൻ ആൻഡ് ലിഗമെൻറ്റ്സ്. എന്തിന് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ടെൻഡൻസ് ആൻഡ് ലിഗമെൻറ്റ്സ്. എന്താണ് ടെൻഡൻസ് ആൻഡ് ലിഗമെൻറ്റ്? ടെൻഡൻസ് എന്ന് വെച്ചാൽ എന്താണ്, അറ്റാച്ച് ബോൺ ടു സ്കെലിറ്റൽ മസിൽസ്. എന്താണ്, സ്കെലിറ്റൽ മസിൽസും ബോണുമായിട്ട് എന്ത് ചെയ്യുന്നത് കിടക്കുന്നു, അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു. സ്കെലിറ്റൽ മസിൽസും ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു. സ്കെലിറ്റൽ മസിൽസും ബോണുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്, ദാറ്റ് ഈസ് ടെൻഡൻ. ആൻഡ് ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച് 2 ബോൺസ് ടുഗെദർ. 2 ബോണുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നതാണ് എന്ത്, ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത്. ലിഗമെൻറ്റ്സ് ഫ്രാക്ചർ ആയി എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ഈ 2 ബോണുകൾക്കിടയിലുള്ള അറ്റാച്ച്മെൻറ്റ്, 2 ബോണുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്, ടുഗെദർ അറ്റാച്ച് 2 ബോൺസ് ടുഗെദർ, 2 ബോൺസിനെ തമ്മിൽ അറ്റാച്ച് ചെയ്യിക്കുക, അതാണ് ലിഗമെൻറ്റ്സ്. ദെൻ ടെൻഡൻസ് എന്ന് പറയുമ്പോഴെന്താണ്, അറ്റാച്ച് ബോൺസ് ടു സ്കെലിറ്റൽ മസിൽസ്. അതായത് ബോൺസും സ്കെലിറ്റൽ മസിൽസും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുക. അപ്പം ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത് ഒരേ ഡയറക്ഷനിലായിരിക്കും. എങ്ങനെയായിരിക്കും, സെയിം ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ കാണുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡെൻസ് റെഗുലർ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, ഇൻ ദ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ദ ഓറിയൻറ്റേഷൻ ഓഫ് ഫൈബേഴ്സ് ആർ റെഗുലർ. ഇതിൻ്റെ എങ്ങനെയായിരിക്കും കാണാൻ, പാരലലായിരിക്കും എന്ന് പറഞ്ഞല്ലോ. ബണ്ടിൽ ഫൈബേഴ്സ് ഒക്കെ എന്തായിരിക്കും, പാരലലായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇത് റെഗുലർ അറേഞ്ച്മെൻറ്റ് എൻഹാൻസസ് ടെൻസിൽ സ്ട്രെങ്ത് ആൻഡ് പോസസ് റെസിസ്റ്റൻസ് ടു സ്ട്രെച്ചിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഓറിയൻറ്റേഷൻ ഓഫ് ഫൈബേഴ്സ്. എക്സാമ്പിൾ ഡെൻസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുന്നത്, സ്ട്രെച്ച് ചെയ്യുന്ന ആ ഒരു ഇതാണ്, സ്ട്രെച്ച് ചെയ്യുന്നത് ഇതിന് ഒരുപോലെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും.
ദെൻ അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു, 2 തരമുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ടെൻഡൻ എന്നും ലിഗമെൻറ്റ്സ് എന്നും. ഓക്കെ, ഇനി ഡെൻസ് ഇറഗുലർ എന്താണ്? ഡെൻസ് റെഗുലർ നമ്മൾ പറഞ്ഞു. ഇനി ഡെൻസ് ഇറഗുലർ എന്താണ്? ഇറഗുലർ എന്ന് പറയുമ്പോൾ തന്നെ അതെങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്? ഇറഗുലർ ആയിട്ടാണ് അതിൻ്റെ ഫൈബേഴ്സ് പാക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ, പാരലൽ അല്ല, ഇറഗുലർ ആയിട്ടായിരിക്കും ഇത് എന്ത് കാണപ്പെടുന്നത്, ഇതിനുള്ളിൽ ഫൈബേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ദെയർ ആർ മെനി ഫൈബേഴ്സ് ഇൻക്ലൂഡിങ് കൊളാജൻ വിച്ച് ആർ ഓറിയൻറ്റഡ് ഇറഗുലർലി ഓർ റാൻഡംലി. എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്? ഇറഗുലർലി ഓർ റാൻഡംലി കാണപ്പെടുന്നു. അപ്പം ദേ ആർ മെനി ഫൈബേഴ്സ് ഇൻക്ലൂഡിങ് കൊളാജൻ, മെനി ഫൈബേഴ്സ് ഉണ്ട് ഇൻക്ലൂഡിങ് കൊളാജനും ഉണ്ട്, വിച്ച് ആർ ഓറിയൻറ്റഡ് ഇറഗുലർലി ഓർ റാൻഡംലി. എങ്ങനെയാണ് പാക്ക് ചെയ്തേക്കുന്നത് ഡെൻസ് ഇറഗുലർലി ഓർ റാൻഡംലി? ദ ഇറഗുലർ അറേഞ്ച്മെൻറ്റ് ഗിവ്സ് യൂണിഫോം സ്ട്രെങ്ത് ഇൻ ഓൾ ഡയറക്ഷൻ. ഇതിൻ്റെ എല്ലാ സൈഡിലും എങ്ങനെയുള്ള സ്ട്രെങ്ത് ആണ് കൊടുക്കുന്നത്? ഒരുപോലെയുള്ള യൂണിഫോം സ്ട്രെങ്ത് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഫൈബേഴ്സ് മേ ഫോം മെഷ് ലൈക്ക് നെറ്റ്വർക്ക്. ഇതിനുള്ളിലെ ഫൈബേഴ്സ് എങ്ങനെ കാണപ്പെടുന്ന? മെഷ് ലൈക്സ് നെറ്റ്വർക്ക് ആയിരിക്കും. ദിസ് ടൈപ്പ് ഓഫ് ടിഷ്യൂ ഇസ് പ്രസൻറ്റ് ഇൻ ദ ഡെർമിസ് ഓഫ് ദ സ്കിൻ. ഇങ്ങനെയുള്ള ഡെൻസ് ഇറഗുലർ ടിഷ്യൂ എവിടെ കാണപ്പെടുന്നു? നമ്മുടെ സ്കിന്നിൻ്റെ എപ്പിഡെർമിസിന് തൊട്ട് താഴെ ഡെർമിസ് കാണപ്പെടുന്നു. അതിലാണ് ഇത് ദിസ് ടൈപ്പ് ഓഫ് ടിഷ്യൂ ഇസ് പ്രസൻറ്റ് ഇൻ ദ ഡെർമിസ് ഓഫ് ദ സ്കിൻ. അപ്പോൾ സ്കിന്നിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇത് ഡെർമിസ് ഓഫ് ദ സ്കിന്നിലാണ് ഈ ഡെൻസ് ഇറഗുലർ ടിഷ്യൂ കാണപ്പെടുന്നത്. ഇതിൻ്റെ ഒരുപോലെയുള്ള സ്ട്രെങ്ത് ആയിരിക്കും, എല്ലാ ഡയറക്ഷനും ഇതിന് എങ്ങനെയുള്ള സ്ട്രെങ്ത് ആയിരിക്കും? ഒരുപോലെയുള്ള യൂണിഫോം സ്ട്രെങ്ത് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഡെൻസ് ഇറഗുലർ ടിഷ്യൂ. അപ്പോൾ നമ്മൾ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് കണ്ടു. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ വീണ്ടും അതിൻ്റെ ഫൈബേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ളിൽ കാണപ്പെടുന്ന ഫൈബേഴ്സിൻ്റെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അതിനെ ഡെൻസ് റെഗുലർ എന്നും ഡെൻസ് ഇറഗുലർ എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഡെൻസ് റെഗുലറിൽ ഇതിലെ ഫൈബേഴ്സ് പാരലൽ ആയിരിക്കും. അപ്പം ഏത് ദിശയിലോ ഡയറക്ഷനിലാണോ അതിൻ്റെ സ്ട്രെങ്ത് കൊടുക്കേണ്ടത്, അപ്പോൾ അതിന് ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ ആ ഒരു സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. അപ്പം അതിന് എന്താണ് ഈ എക്സാമ്പിൾ ഓഫ് ഡെൻസ് റെഗുലർ ടിഷ്യൂവിന് 2 എക്സാമ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡെൻസ് റെഗുലർ ടിഷ്യൂവിൻ്റെ 2 എക്സാമ്പിൾസ് ആണ് ടെൻഡനും ലിഗമെൻസും. ടെൻഡൻ എന്താണെന്ന് പറഞ്ഞാൽ അറ്റാച്ച് ബോൺ ടു സ്കെലിറ്റൽ മസിൽസ്. ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച് 2 ബോൺസ് ടുഗെദർ. ദെൻ ഡെൻസ് ഇറഗുലർ ടിഷ്യൂ പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഫൈബേഴ്സ് റാൻഡംലി ഓർ എങ്ങനെയാണ് അത് പാക്ക് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് ഇറഗുലർലി ഓർ റാൻഡംലി ആണ്. അപ്പോൾ ഇതിൻ്റെ ഓൾ ഡയറക്ഷനിൽ ഇതിൻ്റെ യൂണിഫോം, അതായത് ഒരുപോലെയുള്ള സ്ട്രെങ്ത് ആയിരിക്കും അതിനുള്ളത് അല്ലേ, യൂണിഫോം സ്ട്രെങ്ത് ആയിരിക്കും ഇതിന് ഓൾ സൈഡ്സിൽ ഉള്ളത് ഈ ഒരു ടിഷ്യൂവിൽ. അപ്പോൾ ഇതെവിടെ കാണപ്പെടുന്നു? ഇതെങ്ങനെയുള്ള നെറ്റ്വർക്കാണ്? മെഷ് ലൈക്ക് നെറ്റ്വർക്കാണ്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ട് താഴെ ഡെർമിസിന് തൊട്ട് താഴെയായിട്ട് ദിസ് ടൈപ്പ് ഓഫ് ടിഷ്യൂ ഇസ് പ്രസൻറ്റ് ഇൻ ദ ഡെർമിസ് ഓഫ് ദ സ്കിൻ അല്ലേ, നമ്മുടെ സ്കിന്നിലെ ഡെർമിസിനകത്താണ് ഇത്, ഡെർമിസിലാണ് ഇത് കാണപ്പെടുന്നത്. ഏത് ടിഷ്യൂ? ഡെൻസ് ഇറഗുലർ ടിഷ്യൂ കാണപ്പെടുന്നത്. ഇനിയും അപ്പം നമ്മൾ നെക്സ്റ്റ് ഏതാണ്? സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പം നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോഴത്തേക്ക് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ നോക്കി, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ നോക്കി, ദെൻ ഇനി എന്താണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് പറയാം. ഇതിനകത്ത് ബോൺ ആൻഡ് കാർട്ടിലേജ് എന്താണ് കാണുന്നത്? ബോൺ ആൻഡ് കാർട്ടിലേജ് ഈസ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ബ്ലഡ് ആൻഡ് ലിംഫ് ഈസ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. എന്തെന്നാ പറഞ്ഞത്? ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. എങ്ങനെയുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്? ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡും ലിംഫും. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്ന ബോൺ, കാർട്ടിലേജ് ആൻഡ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂസ് ബ്ലഡ് ആൻഡ് ലിംഫ്. ഇനി നമുക്ക് ഇതൊന്ന് ഓരോന്നും നോക്കാം. ഇനി സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ, അതർ ദാൻ ദീസ് ദെയർ ആർ സപ്പോർട്ടീവ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിൻ കറക്റ്റ് പോസ്ചർ ആൻഡ് സപ്പോർട്ട് ഇൻറ്റേർണൽ ഓർഗൻ, കാർട്ടിലേജ് ആൻഡ് ബോൺസ്. അതായത് ഇൻറ്റേർണൽ ഓർഗനായ എക്സാമ്പിൾ പറഞ്ഞാൽ കാർട്ടിലേജും ബോണും. ഇതിന് എന്ത് കൊടുക്കുന്നു? കറക്റ്റ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലേ, സപ്പോർട്ട് ചെയ്യുന്നു, കറക്റ്റ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ഇനി ബ്ലഡ് കണക്റ്റീവ് ടിഷ്യൂ എന്താണ്? ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്താണ്? ബ്ലഡ് ആൻഡ് ലിംഫ് ആർ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് സർക്കുലേറ്റ് ഇൻ ദ ബോഡി
ബോഡി ആൻഡ് ഹെൽപ്പ് ഇൻറ്ററാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ഓൾ ദ ഓർഗൻസ് അല്ലേ. അപ്പോൾ ബ്ലഡ് ആൻഡ് ലിംഫ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ദാറ്റ് സർക്കുലേറ്റ് ഇൻ ദ ബോഡി. നമ്മുടെ ഫുൾ ഓൾ ഓവർ ദ ബോഡിയിൽ ന്യൂട്രിയൻസും ഓക്സിജനും ഗ്യാസസും വേസ്റ്റ് പ്രോഡക്റ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓൾ ഓർഗൻസിലെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ആരാണ്? ഈ ബ്ലഡ്, ഈ ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലേ. ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ബ്ലഡും ലിംഫുമാണ്. അപ്പോൾ ഇത് ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഉള്ളിലേക്ക് ന്യൂട്രിയൻസിനെയും ഇപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്ത് ഓൾ സെൽസിലെത്തിക്കും. സെൽസിലെ നൈട്രോജീനിയസ് വേസ്റ്റ് പ്രോഡക്റ്റും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ അത് സ്വീകരിച്ച് കിഡ്നിയിലും ലങ്സിലും ഒക്കെ എത്തിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കമ്മ്യൂണിക്കേഷൻ, ഈ എല്ലാ ഓർഗൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഇൻ്ററാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷനും ഏത് കണക്റ്റീവ് ടിഷ്യൂ ആണ്? അത് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആയ ബ്ലഡ് ആൻഡ് ലിംഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പം blood and lymph are fluid connective tissue that circulate in the body and help in interaction and communication among all the organs അല്ലേ. എല്ലാ ഓർഗൻസും നമ്മൾ പറഞ്ഞു, നമ്മൾ സെല്ല് ആദ്യം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അതിനുള്ളിൽ സെൽ സിഗ്നലിംഗ് നടക്കും അല്ലേ. സിഗ്നൽസ് കൊടുക്കും. അതായത് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് എന്തെങ്കിലും ന്യൂട്രിയൻസോ അല്ലെങ്കിൽ പ്രോട്ടീൻസോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ത്രൂ ദ ബ്ലഡ് സർക്കുലേഷൻ ഇതിന് സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ത്രൂ ദ ബ്ലഡ് സർക്കുലേഷൻ ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ നടക്കുന്നത് നമ്മുടെ ഈ സർക്കുലേറ്റ് ബ്ലഡ് ഓൾ ഓവർ ദ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ബ്ലഡ് ആൻഡ് ലിംഫ് ആർ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് സർക്കുലേറ്റ് ഇൻ ദ ബോഡി ആൻഡ് ഹെൽപ്പ് ഇൻ ഇൻറ്ററാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ഓൾ ദ ഓർഗൻസ്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ നമുക്ക് നോക്കാം. ഓക്കെ, കാർട്ടിലേജ് എന്താണ്? കാർട്ടിലേജ് ഈസ് മോസ്റ്റ്ലി പ്രസൻറ്റ് ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ്. എങ്ങനെയുള്ള സ്റ്റേജിലാണ്? എംബ്രിയോ അല്ലേ, ബേബി ആകുന്ന സ്റ്റേജിൽ, അതായത് നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് എംബ്രിയോ ആകുന്ന സ്റ്റേജിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആൻഡ് വർക്ക്സ് ആസ് എ സപ്പോർട്ടിങ് സ്കെലിറ്റണെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേജിൽ. മോസ്റ്റ് ഓഫ് ദ കാർട്ടിലേജ് ഈസ് റീപ്ലേസ്ഡ് ബൈ ബോൺസ് ഇൻ അഡൽട്ട്സ്. അപ്പം നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിൽ മോസ്റ്റ് ഓഫ് ദ കാർട്ടിലേജും റീപ്ലേസ് ചെയ്യും. എങ്ങനെ? ബോൺസ് ആയിട്ട്, റീപ്ലേസ്ഡ് ബൈ ബോൺസ് ഇൻ അഡൽട്ട്സ്. മുതിർന്നവരിൽ ഇത് ബോൺസ് ആയിട്ട് റീപ്ലേസ് ചെയ്യപ്പെടും. ഹവർ ഇറ്റ് സപ്പോർട്ട് സം സ്ട്രക്ചേഴ്സ് ഇൻ അഡൽട്ട്സ് ടു. സ്ട്രക്ചേഴ്സ്, നമ്മുടെ സ്ട്രക്ചേഴ്സിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഇൻ ഹ്യൂമൻസ് കാർട്ടിലേജ് ഇസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ ബോൺസ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. നമ്മുടെ വെർട്ടിബ്രൽ കോളം നട്ടെല്ലൊക്കെ അല്ലേ, അപ്പം വെർട്ടിബ്രൽ കോളത്തിന് ബോൺസിൻ്റെ ഇടയിൽ ഇത് കാണപ്പെടുന്നു. ഇൻ ദ എക്സ്റ്റേണൽ ഇയർ, നമ്മുടെ ഇയറിൻ്റെ എക്സ്റ്റേണൽ ഇയർ, നമുക്കത് നമ്മുടെ ഇയർ മൂവ് ചെയ്യാൻ പറ്റത്തില്ലേ. അപ്പോൾ നോസ് ആൻഡ് നമ്മുടെ നോസിൻ്റെ ടിപ്പിൽ ഇങ്ങനെ നമുക്കത് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ കാർട്ടിലേജ് നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹാൻഡ്സ്, നമ്മുടെ ഹാൻഡ്സിലും എന്ത് കാണപ്പെടുന്നു? ഈ ജോയിൻസിനിടയിലൊക്കെ എന്ത് കാണപ്പെടുന്നു? ഈ കാർട്ടിലേജ് കാണപ്പെടുന്നു. ഓക്കെ, ദ കാർട്ടിലേജ് കൺസിസ്റ്റ് ഓഫ് കോൺഡ്രിയോസൈറ്റ് സെൽസ്. എങ്ങനെയുള്ള സെൽസ് ആണ് കാർട്ടിലേജിൽ കാണപ്പെടുന്നത്? കോൺഡ്രോസൈറ്റ്സ് സെൽസ് ആണ് കാണപ്പെടുന്നത്. വിച്ച് ആർ എൻക്ലോസ്ഡ് ഇൻ ഹാർഡ് റബ്ബറി മെട്രിക്സ്. എങ്ങനെയുള്ള ഇതാണ് ഇത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഹാർഡ് റബ്ബറി മെട്രിക്സ് സെക്രീറ്റഡ് ബൈ ദം. കാർട്ടിലേജ് തന്നെ കോൺഡ്രോസൈറ്റ് സെക്രീറ്റ് ചെയ്യുന്ന ഹാർഡ് റബ്ബറി മെട്രിക്സ് ആണ് ഇതിനുള്ളിൽ കാണപ്പെടുന്നത്. ദ സെക്രീറ്റ് കൊളാജൻ ഫൈബേഴ്സ് ഓൾസോ. ഇത് എന്ത് കൂടി സെക്രീറ്റ് ചെയ്യുന്നു? ഈ സെല്ല് കൊളാജൻ ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നു. വിച്ച് പ്രൊവൈഡ് അഡീഷണൽ സ്ട്രെങ്ത്. ഈ കൊളാജൻ ഫൈബേഴ്സ് ഇതിന് അഡീഷണൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നു. കൊളാജൻ ഫൈബേഴ്സ് ആണല്ലോ ഇതിന് കണക്റ്റീവ് ടിഷ്യൂവിന് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. കോൺഡ്രോസൈറ്റ്സ് ലൈ ഇൻ ദ ക്യാവിറ്റീസ് നൂൺ ആസ്. ഈ കോൺഡ്രോസൈറ്റ്സ് ലൈ എവിടെ കാണപ്പെടുന്നത്? ക്യാവിറ്റീസിൽ. ആ ക്യാവിറ്റീസിന് പറയുന്ന എന്താണ്? ലാക്യുനെ. എന്താണ് ലാക്യുനെ? ഇൻ എ ഗ്രൂപ്പ് ഓഫ് 2 to 4 സെൽസ്. ഒന്നുകിൽ ഇതെങ്ങനെ കാണപ്പെടുന്നത്? ഒരു കൂട്ടം 2-4 സെല്ലുകൾ ഒന്നിച്ച് കാണപ്പെടും. ഓർ സിംഗിളി, ഒറ്റ സെല്ല് മാത്രമായിട്ടും കാണപ്പെടും. കാർട്ടിലേജ് പോസസ് ഇലാസ്റ്റിസിറ്റി. കാർട്ടിലേജ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇലാസ്റ്റിസിറ്റി ബട്ട് ഈസ് ഫേം ടു. എങ്ങനെയാണ്? കട്ടിയുള്ളതുമാണ്, ഫേമുമാണ്, ഇലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു ഉള്ളതുമാണ്. ദ ലാക്ക് നെർവ്സ്. എന്തില്ല ഇതിനുള്ളിൽ? നെർവില്ല. ബ്ലഡ് ആൻഡ് ലിംഫ് വെസൽസും ഇല്ല. ഇതിനുള്ളിൽ വാസ്കുലർ ആണ്. എങ്ങനെയുള്ളതാണ്? വാസ്കുലർ ആണ്. ഇതിനുള്ളിൽ ബ്ലഡ് വെസൽസും ഇല്ല, നെർവ്സും കാണപ്പെടുന്നില്ല. അപ്പോൾ ഇതിന് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത് തൊട്ട് താഴെയുള്ള ടിഷ്യൂവിൽ നിന്നാണ്. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ തൊട്ട് താഴെ, അത് ഈ കാർട്ടിലേജിന് തൊട്ട് താഴെ കൂടി എന്ത് പാസ് ചെയ്യുന്നുണ്ട്? കണക്റ്റീവ് ടിഷ്യൂണ്. ആ കണക്റ്റീവ് ടിഷ്യൂവിൽ നിന്നാണ്, തൊട്ട് താഴെയുള്ള പോർഷനിൽ നിന്നാണ് ഇത് ന്യൂട്രിയൻസ് ഒക്കെ, അതിനാവശ്യമുള്ള ന്യൂട്രിയൻസ് ത്രൂ ദ ഡിഫ്യൂഷൻ ഇത് സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർട്ടിലേജിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം.
കണ്ടോ, ഇപ്പം നമ്മുടെ ഈ നീയുടെ ഒരു സ്ട്രക്ചറാണിത്, നീ ആണ്. അപ്പോൾ ഇതിനിടയിൽ ഈ നീ ജോയിൻറ്റ് കണ്ടില്ലേ, ഇതിനിടയിൽ എന്ത് കാണപ്പെടുന്നു? കാർട്ടിലേജ് കാണപ്പെടുന്നു. ഈ വൈറ്റിഷ് കാണുന്നതാണ് എന്ത് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് കാണപ്പെടുന്നില്ല? ബ്ലഡ് വെസൽസ് ഒന്നും ഇല്ല, നെർവ്സ് ഇല്ല. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സൈഡിൽ നിന്നാണ് ത്രൂ ദ ഡിഫ്യൂഷൻ ഇതിന് പ്രോട്ടീൻസ്, ന്യൂട്രിയൻസും ഒക്കെ ഇത് സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാർട്ടിലേജ് എന്താണ്? കാർട്ടിലേജ് ഈസ് മോസ്റ്റ്ലി പ്രസന്റ് ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ് ആൻഡ് വർക്ക്സ് ആസ് എ സപ്പോർട്ടിംഗ് സ്കെലിറ്റൺ. മോസ്റ്റ് ഓഫ് ദ കാർട്ടിലേജ് ഈസ് റീപ്ലേസ്ഡ് ബൈ ബോൺസ് ഇൻ അഡൽട്സ്, അല്ലേ? അപ്പോൾ നമ്മൾ ജനിച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പതുക്കെ ആ ആ കാർട്ടിലേജ് എന്തായിട്ട് മാറും? ബോൺസ് ആയിട്ട് ഇൻ അഡൽട്സിൽ മാറും. എന്നാലും കുറച്ച് പോർഷൻസിൽ ഈ കാർട്ടിലേജ് അഡൽട്സിലുണ്ട്. നമ്മുടെ നോസിലും ഔട്ടർ സൈഡ് ഓഫ് ദ ഇയറിലും ഇതുപോലെ ജോയിൻസിനിടയിലും ഒക്കെ എന്ത് കാണപ്പെടുന്നു? വെർട്ടിബ്രൽ കോളത്തിനിടയിലും ഒക്കെ എന്ത് കാണപ്പെടുന്നു? ഈ കാർട്ടിലേജ് കാണപ്പെടുന്നു. ഇവിടെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒന്നെങ്കിൽ 2-4 സെല്ലുകൾ കൂടി കാണപ്പെടും, അല്ലെങ്കിൽ സിംഗിളി കാണപ്പെടും. ഇത് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും, അല്ലേ? ഇതിനുള്ളിലുള്ള സെൽസ് എന്താണ്? ഈ കാർട്ടിലേജിനുള്ളിൽ കാണപ്പെടുന്ന സെൽ എന്താണ്? കോൺട്രോസൈറ്റ് സെൽസ് ആണ്. എന്താണ്? കോൺട്രോസൈറ്റ് സെൽസ് ആണ് ഇതിനുള്ളിൽ കാണപ്പെടുന്നത്. ഇതെങ്ങനെയാണ്? ഹാർഡ് റബ്ബറി മെട്രിക്സ് ആണ്. എങ്ങനെയുള്ളതാണ്? ഹാർഡാണ്, റബ്ബറി മെട്രിക്സ് ആണ്. ദേ സെക്രീറ്റ് കൊളാജൻ ഫൈബേഴ്സ് ഓൾസോ. ഇത് എന്തും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനുള്ളിൽ? കൊളാജൻ ഫൈബേഴ്സ്. അത് ഈ കാർട്ടിലേജിന് അഡീഷണൽ സ്ട്രെങ്തും പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് ബോൺ. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൽ നെക്സ്റ്റ് എന്താണ്? ബോൺസ് ആണ്. ബോൺ ഈസ് ദ ഹാർഡസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ. ഏറ്റവും ഹാർഡസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ബോണാണ്. ബോൺ ഈസ് ദ ഹാർഡസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ആൻഡ് പോസ്ചർ ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മുടെ ഷേപ്പും പോസ്ചറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താണ്? ഈ ബോൺസ് ആണ്. എന്താണ്? ബോൺസ് ആണ് നമ്മളുടെ മനുഷ്യ ശരീരത്തിൻ്റെ പോസ്ചറും ഷേപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ ഇറ്റ് പ്രൊട്ടക്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ. നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ കാണപ്പെടുന്ന ഇൻറ്റേർണൽ ഓർഗൻസിന് ഇതെന്ത് ചെയ്യുന്നു? ഈ ബോൺസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ദേ ആർ റിച്ച് ഇൻ കൊളാജൻ ഫൈബേഴ്സ് ആൻഡ് കാൽഷ്യം. ബോൺസ് ടിഷ്യൂവിൽ എന്താ കാണപ്പെടുന്നത്? റിച്ച് ഇൻ കൊളാജൻ ഫൈബേഴ്സും കാൽഷ്യം വിച്ച് ഗിവ് സ്ട്രെങ്ത്. ഇതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം ഈ ബോൺസിൻ്റെ കണക്റ്റീവ് ടിഷ്യൂ ബോണാണ്, അല്ലേ? സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ബോൺസ് ആണ്. ആ ബോൺസിൻ്റെ ടിഷ്യൂവിൽ എങ്ങനെയുള്ളത് കാണപ്പെടുന്നത്? കൊളാജൻ ഫൈബേഴ്സ് ഇതിനുള്ളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു, കാൽഷ്യം കൂടുതലാണ്. വിച്ച് ഗിവ് സ്ട്രെങ്ത്. അത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ബോണാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഷേപ്പും പോസ്ചറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഇതിനുള്ളിൽ ഈ ടിഷ്യൂവിനുള്ളിൽ, ബോൺ ടിഷ്യൂവിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? കൊളാജൻ ഫൈബേഴ്സും കാൽഷ്യവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമുക്ക് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ദ സെൽ ഓഫ് ദ ബോൺ ആർ നോൺ ആസ് ഓസ്റ്റിയോസൈറ്റ്. അപ്പോൾ ഈ ബോൺസിനുള്ളിൽ കാണപ്പെടുന്ന സെൽസിനെ എന്താണ്? ഓസ്റ്റിയോസൈറ്റ്സ് ആണ്. ഏത് സെല്ലാണ് ബോൺസിനുള്ളിൽ കാണപ്പെടുന്നത്? ഓസ്റ്റിയോസൈറ്റ്സ് ആ സെല്ലാണ് കാണപ്പെടുന്നത്. ദേ ആർ പ്രസൻറ്റ് ഇൻ ലാക്യുനെ ആൻഡ് സെക്രീറ്റ് ദ മെട്രിക്സ്. ഇതെവിടെ കാണപ്പെടുന്നു? ലാക്യുനെ, അല്ലേ? ലാക്യുനയിൽ കാണപ്പെടുന്നു. ആൻഡ് സെക്രീറ്റ് ദ മെട്രിക്സ് ഇത് സെക്രീറ്റ് ചെയ്യുന്നു. ദർ ഈസ് സബ്സ്റ്റൻഷ്യൽ ബ്ലഡ് സപ്ലൈ ഇൻ ബോണി ടിഷ്യൂ. ഇവിടെ എങ്ങനെയുള്ള ബ്ലഡ് സപ്ലൈ ആണ്? സബ്സ്റ്റൻഷ്യൽ ബ്ലഡ് സപ്ലൈ ആണ് ഈ ബോണി ടിഷ്യൂയിലുള്ളത്. ദ സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻ ഓഫ് ഓസ്റ്റിയോസൈറ്റ്സ് മേക്ക് ടൈനി ചാനൽസ്. അപ്പം സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻ ഓഫ് ഓസ്റ്റിയോസൈറ്റ്സ് മേക്സ് ദ ചാനൽ നോൺ ആസ് കനാലിക്കുലി. എന്താണ്? കനാലിക്കുലി. എന്താണ് ഈ ഒരു എക്സ്റ്റൻഷന് പറയുന്നത്? സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻ ഓഫ് ഓസ്റ്റിയോസൈറ്റ്സ് മേക്സ് ടൈനി ചാനൽസ്. എങ്ങനെയുള്ള ചാനലാണ്? വളരെ ടൈനി ആയിട്ടുള്ള ചാനൽ നോൺ ആസ് കനാലിക്കുലി. ദീസ് ചാനൽസ് ഹെൽപ്പ് ഇൻ കമ്മ്യൂണിക്കേഷൻ എമംഗ് ഓസ്റ്റിയോസൈറ്റ്സ് ആൻഡ് കാപ്പിലറീസ്. അതായത് ഈ ബോണിനുള്ളിലെ സെല്ലാണ് എന്ത്? ഓസ്റ്റിയോസൈറ്റ്. അതും കാപ്പിലറീസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ഈ ഒരു കനാലിക്കുലി സഹായിക്കുന്നു. ഈ ഒരു ചാനൽ സഹായിക്കുന്നു. അപ്പം ഇനി എന്താണ്? സ്പോഞ്ചി ബോൺസ്. ഇനി എന്താ കാണപ്പെടുന്നത്? സ്പോഞ്ചി ബോൺ ഈസ് പ്രസൻറ്റ് ഇൻ ദ കോർ സറൗണ്ടഡ് ബൈ ദ കോമ്പാക്റ്റ് ബോൺ. കോമ്പാക്റ്റ് ബോണിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? സ്പോഞ്ചി ആയിട്ടുള്ള ബോൺ കാണപ്പെടുന്നു, അല്ലേ? അപ്പം ഓസ്റ്റിയോൺസ് ഇസ് ദ സ്പിൻഡിൽ ഷേപ്ഡ് യൂണിറ്റ് പ്രസൻറ്റ് ഇൻ ദ കോമ്പാക്റ്റ് ബോൺ. ഓസ്റ്റിയോൺ ഇസ് ദ സ്പിൻഡിൽ ഷേപ്ഡ് യൂണിറ്റ്. എങ്ങനെയാണ്? സ്പിൻഡിൽ ഷേപ്ഡ് യൂണിറ്റ് ആണ്. ആർ പ്രസൻറ്റ് ഇൻ ദ concentric layers. Osteon is the spindle shaped unit present in the compact bone. എങ്ങനെയുള്ള ബോണാണ്? കോമ്പാക്റ്റ് ബോണിനകത്ത് ഓസ്റ്റിയോൺസ് എങ്ങനെ കാണപ്പെടുന്നത്? സ്പിൻഡിൽ ഷേപ്ഡ് യൂണിറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ ഓസ്റ്റിയോസൈറ്റ്സ്, ദാറ്റ് ഈസ് സെൽ, അല്ലേ? ബോണിനുള്ളിൽ കാണപ്പെടുന്ന സെല്ലാണ് ഓസ്റ്റിയോസൈറ്റ്സ്. ആർ പ്രസൻറ്റ് ഇൻ ദ
കോൺസെൻട്രിക് ലെയേഴ്സ് എവിടെയാണ് കാണപ്പെടുന്നത്? ഓഫ് ദ മെട്രിക്സ് ഇൻ ദ ഓസ്റ്റിയോൺ. ഓസ്റ്റിയോണിനുള്ള കോൺസെൻട്രിക് ലെയേഴ്സിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓസ്റ്റിയോസൈറ്റ്സ്, അതായത് സെൽസ് കാണപ്പെടുന്നത്. കോൾഡ് ലാമെല്ലേ. അതിനെന്താ പറയുന്നത്? ലാമെല്ലേ എന്ന് പറയും. അപ്പം കാപ്പിലറീസ് ആൻഡ് നെർവ്സ് പാസ് ത്രൂ എ സെൻട്രൽ ചാനൽ. കാപ്പിലറീസ് അതായത് ബ്ലഡ് വെസൽസിൻ്റെ ടൈനി നെറ്റ്വർക്കാണ് എന്ത്? കാപ്പിലറീസ്. ആൻഡ് നെർവ് പാസ് ത്രൂ എ സെൻട്രൽ ചാനൽ നോൺ ആസ് ഹവേഷ്യൻ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ ഒരു സെൻട്രൽ ചാനലിന് പറയുന്ന പേരെന്താണ്? ഹവേഷ്യൻ എന്ന കനാൽസ് എന്നാണ്. എന്താണ് ഹവേഷ്യൻ കനാൽസ്? അപ്പം ഈ കാപ്പിലറീസ് ആൻഡ് നെർവ്സ് പാസ് ത്രൂ എ സെൻട്രൽ കനാൽ. അത് ഈ ബോൺസിൽ കാപ്പിലറീസും നെർവും പാസ് ചെയ്യുന്ന ഒരു സെൻട്രൽ ചാനലുണ്ട് അല്ലേ? അതിനെന്താണെന്നാണ് പറയുന്നത്? ഹവേഷ്യൻ കനാൽസ് എന്നാണ് പറയുന്നത്. ഹവേഷ്യൻ കനാൽസ് ആർ സറൗണ്ടഡ് ബൈ ലാമെല്ലെ. ഇതെവിടെ കാണപ്പെടുന്നു? ലാമെല്ലെ ഇത് എന്ത് ചെയ്യുന്നു? സറൗണ്ട് ചെയ്ത് കിടക്കുന്നു ഹവേഷ്യൻ കനാൽസ്. ദർ ഈസ് എ സെൻട്രൽ മാരോ ക്യാവിറ്റി. ഇതിനുള്ളിൽ എന്തുണ്ട്? ഈ ബോണിനുള്ളിൽ ഒരു സെൻട്രൽ മാരോ ക്യാവിറ്റി ഉണ്ട്. മേഡപ്പ് ഓഫ് സ്പോഞ്ചി ടിഷ്യൂ. എങ്ങനെയുള്ളതാണ്? സ്പോഞ്ചി ടിഷ്യൂ ആണ്. അതിനുള്ളിൽ എങ്ങനെ കാണപ്പെടുന്നു? സ്പോഞ്ചി ടിഷ്യൂ കാണപ്പെടുന്നു. അതിന് മാരോ എന്ന് പറയും. എന്തെന്ന് പറയും? മാരോ. ഇത് യെല്ലോ മാരോ കണ്ടെയ്ൻ ഫാറ്റ്. അപ്പം ബോൺ മാരോ രണ്ട് ടൈപ്പ് ഉണ്ട്. യെല്ലോ മാരോ ഉണ്ട്, റെഡ് മാരോ ഉണ്ട്. അപ്പം ബോൺ മാരോ രണ്ട് ടൈപ്പിലുണ്ട്, യെല്ലോ മാരോ ആൻഡ് റെഡ് മാരോ. അപ്പോൾ യെല്ലോ മാരോ കണ്ടെയ്ൻ ഫാറ്റ്. യെല്ലോ മാരോയിൽ എന്താ കാണപ്പെടുന്ന? ഫാറ്റും. വേറാസ് റെഡ് മാരോ പ്രൊഡ്യൂസ് ബ്ലഡ് സെൽസ്. അപ്പം റെഡ് മാരോ, ബോൺ മാരോയുടെ റെഡ് മാരോ പ്രൊഡ്യൂസ് ബ്ലഡ് സെൽസ്. ഓക്കെ, ദെൻ ബോൺസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തത് കണ്ട് പഠിക്കണം. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. സ്പോഞ്ചി ബോൺ, ഈ ബോണിനുള്ളിലെ പാർട്ട് കണ്ടില്ലേ, ഇതിനാണ് സ്പോഞ്ചി ബോൺസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ. നമ്മുടെ ബോണിൻ്റെ സ്ട്രക്ചറാണ്. ബോണിനുള്ളിൽ സ്പോഞ്ചി ബോണും കാണപ്പെടുന്നു. അപ്പോൾ അത് വീണ്ടും അതൊന്ന് കണ്ട് പഠിക്കുക. ദെൻ ബോണിൻ്റെ സ്ട്രക്ചർ മെയിനായിട്ട് ബ്ലഡ് വെസൽസ് ഉണ്ട്. ഇതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ബ്ലഡ് വെസൽസ് കാണപ്പെടുന്നു. സെൻട്രൽ കനാലാണ് അല്ലേ? സെൻട്രൽ കനാൽ. ഓസ്റ്റിയോസൈറ്റ് വിത്തിൻ ലാക്യുനയ്ക്കുള്ളിൽ എന്ത് കാണപ്പെടുന്നു? ഓസ്റ്റിയോസൈറ്റ്, അതായത് സെൽസ് ആണ് അല്ലേ? ബോണിനുള്ളിൽ കാണപ്പെടുന്ന സെല്ലാണ് എന്ത്? ഓസ്റ്റിയോസൈറ്റ്. അത് എവിടെ കാണപ്പെടുന്നു? ലാക്യുനെ. കണ്ടോ? ലാക്യുനയിൽ കാണപ്പെടുന്നു. പിന്നെ കനാലിക്കുലി. എന്താണുള്ളത്? കനാലിക്കുലി. അപ്പോൾ ബോൺ സ്ട്രക്ചറും പഠിക്കുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് ഈസ് ദ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. എന്താണ് ബ്ലഡ് എന്ന് പറയുന്നത്? എന്താണ്? സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്താണ്? ബ്ലഡ് ആണ്. ബ്ലഡ് ഈസ് മെയ്ഡപ്പ് ഓഫ് വേരിയസ് സെൽസ് പ്രസൻറ്റ് ഇൻ ദ പ്ലാസ്മ. അപ്പം ബ്ലഡ് എന്താണ്? ബ്ലഡ് ഈസ് മേഡപ്പ് ഓഫ് വേരിയസ് സെൽസ്. പലതരത്തിലുള്ള സെൽസ് കാണപ്പെടുന്നുണ്ട് നമ്മുടെ ബ്ലഡിനുള്ളിൽ അല്ലേ? ബ്ലഡ് പ്ലാസ്മയ്ക്കുള്ളിൽ എന്ത് കാണപ്പെടുന്നു? പ്രസൻറ്റ് ഇൻ ദ പ്ലാസ്മ എന്ത് കാണപ്പെടുന്നു? പലതരത്തിലുള്ള സെൽസ് ഉണ്ട്. ദ ബ്ലഡ്സ് കണ്ടെയ്ൻ റെഡ് സെൽസ്. ബ്ലഡിനുള്ളിൽ എന്തുണ്ട്? ബ്ലഡിൽ കണ്ടെയ്ൻ റെഡ് ബ്ലഡ് സെൽസ്. RBC ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലേ? അപ്പോൾ ദീസ് ആർ ദ സെൽസ്. ബ്ലഡ് കണ്ടെയ്ൻസ് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ആൻഡ് റെഡ് ബ്ലഡ് സെൽസ് ദാറ്റ് ഈസ് RBC ഹാവ് ഹീമോഗ്ലോബിൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ. RBCയിൽ എന്തുണ്ട്? ഹീമോഗ്ലോബിൻ ആണ്. അതിൻ്റെ ട്രാൻസ്പോർട്ട് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യും. ദെൻ WBC ഫോം എ ഡിഫെൻസ് സിസ്റ്റം ആൻഡ് പ്രൊട്ടക്ട് ഫ്രം ഫോറിൻ ആൻറ്റിജൻസ്. അതായത് നമുക്ക് എന്തെങ്കിലും ബ്ലഡിനുള്ളിൽ എന്തെങ്കിലും ഫോറിൻ ആൻറ്റിജനൊക്കെ എൻട്രി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ WBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഡിഫെൻസ് ചെയ്യുക. എന്ത് ചെയ്യുക? ഫൈറ്റ് ചെയ്യുക. ഒരു പോലീസിനെ പോലെ പ്രവർത്തിക്കും. ഓക്കെ, WBC ഫോം എ ഡിഫെൻസ് സിസ്റ്റം ആൻഡ് പ്രൊട്ടക്ട് ഫ്രം ഫോറിൻ ആൻറ്റിജൻസ്. ദെൻ പ്ലേറ്റ്ലെറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. നമ്മുടെ ബ്ലഡ് ഇപ്പോൾ നമ്മുടെ കൈയൊക്കെ മുറിയുവാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആകാം അല്ലേ? പ്ലേറ്റ്ലെറ്റ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കും അവിടെ. പ്ലേറ്റ്ലെറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. അത് നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞ് ബ്ലഡ് ഫ്ലോ ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് ആരാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. എങ്ങനെ? ബ്ലഡ് ക്ലോട്ട് ചെയ്യിച്ചുകൊണ്ട്. ദെൻ പ്ലാസ്മ കണ്ടെയ്ൻ പ്രോട്ടീൻസ്. പ്ലാസ്മയിൽ എന്തുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ ബ്ലഡിൽ എന്തടങ്ങിയിരിക്കുന്നത്? പ്രോട്ടീൻസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, സാൾട്ട് ഉണ്ട്,
ദെൻ ഇറ്റ് ട്രാൻസ്പോർട്ട് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ ഈ കണ്ടൻറ്റ് എല്ലാം എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ സബ്സ്റ്റൻസ് എല്ലാം നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ പ്ലാസ്മ കണ്ടെയ്ൻ പ്രോട്ടീൻസ്, വാട്ടർ, ഹോർമോൺസ്, സോൾട്ട് എറ്റ്സെട്ര ടു ട്രാൻസ്പോർട്ട് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ ബ്ലഡിലെ സെൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ ദ സെൽസ്. പിന്നെ ഇതിനുള്ളിൽ പ്ലാസ്മയ്ക്കുള്ളിൽ എന്ത് കാണപ്പെടുന്നു? പ്രോട്ടീൻസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, സോൾട്ട് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഓൾ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ത്രൂ ദ ബ്ലഡ് കണക്റ്റീവ് ടിഷ്യൂ വഴി, അതായത് ബ്ലഡ് ഈസ് ദ ഫ്ലൂയിഡ്, കണക്റ്റീവ് ടിഷ്യൂ വഴി ഓൾ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ദെൻ ഇതാണ് നമ്മുടെ സെൽസ് കണ്ടോ. പ്ലേറ്റ്ലെറ്റ്സ് നിരവധി സെല്ലുകൾ ഉണ്ട് നമ്മുടെ ബ്ലഡ് സെൽസിനുള്ളിൽ അല്ലേ. ബ്ലഡിനുള്ളിൽ നിരവധി സെല്ലുകളുണ്ട്. ദെൻ ലിംഫ് എന്താണ്? നമ്മൾ ഈ ലിംഫിനെ പറ്റിയും ബ്ലഡിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടുതൽ അതിനെപ്പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യും. ദെൻ ലിംഫ് ഡ്രെയിൻസ് ഇൻ ടു ദ ബ്ലഡ്. ലിംഫ് എന്ത് ചെയ്യും? ഡ്രെയിൻ ചെയ്യും ഇൻ ടു ദ ബ്ലഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അബ്സോർബ്ഡ് ഫാറ്റ് ടു ദ ബ്ലഡ്. നമ്മുടെ ഇതിൻ്റെ ഒരു ലിംഫിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ഫാറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കുന്ന ഒരു ഫംഗ്ഷൻ എന്തിനുണ്ട്? ലിംഫ് വെസൽസിനുണ്ട് അല്ലേ. അപ്പം വിച്ച് കനോട്ട് എൻ്റർ ദ ബ്ലഡ് സ്ട്രീം. അതെന്ത് ചെയ്യത്തില്ല? അതിന് കട്ടി കൂടുതലായതുകൊണ്ട് നമ്മുടെ ബ്ലഡ് വെസൽസിനുള്ളിൽ ഈ ഫാറ്റ് അബ്സോർബ് ചെയ്യപ്പെടത്തില്ല. അപ്പോൾ അത് ലിംഫ് വെസൽസിൻ്റെ അത് നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി അതിൻ്റെ ബ്ലഡ് വെസൽസിൻ്റെ പ്രത്യേകതയൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണും. ഓക്കെ. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റം അതിനുള്ളിൽ നമ്മൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കും. ദെൻ ലിംഫ് ആസ് വൈറ്റ് ബ്ലഡ് സെൽസ്. എന്തുണ്ട്? ലിംഫിന് എന്തുണ്ട്? വൈറ്റ് ബ്ലഡ് സെൽസ്. നിരവധി വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട് ലിംഫിനുള്ളിൽ. അതെന്ത് ചെയ്യും? ലിംഫിനെ ഫിൽട്ടർ ചെയ്യാൻ അതിനുള്ളിലെ മൈക്രോ ഓർഗാനിസം അല്ല ബാക്ടീരിയ ഒക്കെ എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും അല്ലേ. അപ്പോൾ ലിംഫ് ആസ് വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻ ദ ലിക്വിഡ് മെട്രിക്സ്. ദേ ഹെൽപ്പ് ഇൻ ഗെറ്റിംഗ് റെഡ് ഓഫ് ടോക്സിൻ ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽസിനും ടോക്സിനെയൊക്കെ എന്ത് ചെയ്യും? ഫിൽട്ടറൈസ് ചെയ്യാൻ സഹായിക്കും. ദേ കണ്ടെയ്ൻ WBC വിച്ച് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷനെതിരെ എന്ത് പ്രവർത്തിക്കും? WBC വൈറ്റ് സെൽസ് പ്രവർത്തിക്കുക. അപ്പം ലിംഫ് ഈസ് ദ കണക്റ്റീവ് സ്പെഷ്യലൈസ്ഡ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ലിംഫ് ഡ്രെയിൻ ഇൻ ടു ദ ബ്ലഡ്. എങ്ങോട്ടാണ് ഇത് ഡ്രെയിൻ ചെയ്യപ്പെടുന്ന? ബ്ലഡിലേക്കാണ്. ആൻഡ് ട്രാൻസ്പോർട്ട് അബ്സോർബ്ഡ് ഫാറ്റ് ടു ദ ബ്ലഡ്. ഇതിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് എന്തിനെ ഫാറ്റ് അബ്സോർപ്ഷൻ നടത്തുന്നത് ഈ ഒരു ലിംഫ് വെസൽസ് വഴിയാണ്. ദെൻ ലിംഫിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? വൈറ്റ് ബ്ലഡ് സെൽസ് നിരവധിയുണ്ട്. ഇതെന്ത് ചെയ്യാൻ സഹായിക്കുന്നു? വേസ്റ്റ് പ്രോഡക്റ്റിനെ ടോക്സിനെയൊക്കെ ഫിൽട്ടറൈറ്റ് ചെയ്ത് അതിനുള്ളിലെ ഇൻഫെക്ഷനെതിരായിട്ട് ഇതെന്ത് ചെയ്യും? ഒരു പോലീസിനെ പോലെ പ്രവർത്തിക്കും, ആക്ട് ചെയ്യും. അപ്പം ഇത്രയുമാണ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പാർട്സ് വരുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ ആണ് കവർ ചെയ്തത്. അപ്പം കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ എൻഡായി. ടിഷ്യൂ ദാറ്റ് സപ്പോർട്ട് പ്രൊട്ടക്റ്റ്. എന്താണ് കണക്റ്റീവ് ടിഷ്യൂ എന്താണ്? സപ്പോർട്ട് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ആൻഡ് ഗിവ് സ്ട്രക്ചർ ടു അതർ ടിഷ്യൂ. മറ്റുള്ള ടിഷ്യൂവിന് ഇതെന്ത് പ്രൊവൈഡ് ചെയ്യുന്ന? സ്ട്രക്ചർ നൽകുന്നു. ആൻഡ് ഓർഗൻ ഇൻ ദ ബോഡി. ഓർഗൻസിനും ടിഷ്യൂവിനും ഒക്കെ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സപ്പോർട്ട്, പ്രൊട്ടക്റ്റ് ആൻഡ് ഗിവ് സ്ട്രക്ചർ ടു അതർ ടിഷ്യൂ ആൻഡ് ഓർഗൻ ഇൻ ദ ബോഡി. അപ്പം ഹാപ്പി ലേണിംഗ് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്. ബൈ ബൈ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.